ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ റീസണിങ്ങിന്റെ റിവിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നോക്കിയാൽ ഇത്രയും ടോപ്പിക്കാണുള്ളത്: സിലോജിസം, വെൻ ഡയഗ്രാം, ഡാറ്റ സഫിഷ്യൻസി, പിന്നെ പസിൽ തന്നെ നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റും ഉണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ്, ഈ 5 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി ആദ്യം നമുക്ക് സിലോജിസം. അപ്പോൾ എന്താണ് സിലോജിസം? നമ്മൾ സാധാരണ അറിയാം, എന്താ ഇതൊക്കെയാണ് ഓൾ എ ആർ ബി അങ്ങനെയൊക്കെ പറയുന്നത്. അതായത് ഓൾ എ ആർ ബി, അതുപോലെ എന്താ സം എ ആർ ബി, അങ്ങനെയൊക്കെ പറയും. ഈ മെയിൻ ആയിട്ട് ഈ 4 കാര്യങ്ങളാണുള്ളത്, സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ എ നമ്മൾ വെൻ ഡയഗ്രം വെച്ചിട്ടും ചെയ്യും, മറ്റൊരു രീതിയിലും ചെയ്യും. നിങ്ങൾക്ക് എളുപ്പം ചിലപ്പോൾ വെൻ ഡയഗ്രം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വെൻ ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഓൾ എ ആർ ബി, ഓൾ എ ആർ ബി, അതായത് എ എന്ന് പറയുന്നത് ഫുള്ള് ബിന്റെ അകത്ത് വരും എന്നാണ് പറയുന്നത്. ഓൾ എ ആർ ബി. സോ അതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇനി നമ്മൾ ഇവിടെ നോക്കിയാൽ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? ഏതൊക്കെ കാര്യങ്ങൾ? ഇതുപോലുള്ള ഓൾ എ ആർ ബി എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ നമ്മൾ നോക്കിയാൽ ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് ആ സ്റ്റേറ്റ്മെന്റ് തന്നു, ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അടുത്തത് ഓൾ എ ആർ ബി ആണെങ്കിൽ കുറച്ച് എയും ബി ആയിരിക്കില്ലേ? സം എ ആറും ബി ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്കതാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ നമുക്കതാ ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താനും പറ്റുമല്ലോ. ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാലും സം എ ആർ ബി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓൾ എ ആർ ബി എന്ന് നമുക്ക് സം എ ആർ ബി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അതായത് സം എ ആർ ബി. ക്ലിയർ? പിന്നെ അതുപോലെ തന്നെ സം ബി ആർ എ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ബി ഇതാ എയിലും വരുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഈ 3 കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അത് ഓക്കെ അല്ലേ? അടുത്തത് സം എ ആർ ബി. അതായത് സം എ ആർ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കും, സം എ ആർ ബി. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഒന്ന്, നമുക്ക് സം എ ആർ ബി ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് സം ബി ആർ എ, അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ? അടുത്തത് സം എ ആർ നോട്ട് ബി. അപ്പൊ കുറച്ച് എന്താണ്? സം എ ആർ നോട്ട് ബി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പോർഷൻ എന്താ? നോട്ട് ബി ആണ്. ക്ലിയർ? അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ എന്താ? നമുക്ക് ആ ഒറ്റ കണ്ടീഷൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ക്ലിയർ? സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ സം എ ആർ നോട്ട് ബി. ക്ലിയർ? അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്ത നമുക്ക് പറയുന്നത് നോ എ ഈസ് ബി. നോ എ ഈസ് ബി. അപ്പോൾ നോ എ ഈസ് ബി, എയും ബിയും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. നോ എ ഈസ് ബി എന്ന് പറയുന്നു. ഇവിടുന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നോ എ ഈസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ അതിനെ തിരിച്ചും പറയാം, നോ ബി ഈസ് എ എന്നും പറയാം. കാരണം അത് തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ പോസിബിലിറ്റി കേസ് ഉണ്ടാവും. അതായത് ഇവിടെ നോക്കിയേ, നമുക്ക് പോസിബിലിറ്റി അങ്ങനെ ആവാം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഓൾ എ ആർ ബി. നമ്മളെ ഡയഗ്രാം ഇതാണ്, വെൻ ഡയഗ്രാം ഇതാണ്. അപ്പൊ അതിൽ നിന്ന് ഓൾ ബി ആർ എ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരക്കാം, ബിയും എയും. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? ഓൾ എ ആർ ബി. വേണമെങ്കിൽ ഓൾ ബി ആർ എ എന്ന് നമുക്ക് പറയാം. ക്ലിയർ? അതായത് ആ സ്റ്റേറ്റ്മെന്റ് പോസിബിലിറ്റി ആണ്. ഇങ്ങനെ ഒരേ സർക്കിളിന്റെ ഉള്ളിൽ വേണമെങ്കിൽ രണ്ടും വരാം. അങ്ങനെ ആയാൽ ഓൾ എ ആർ ബി ആയിരിക്കാം, ഓൾ ബി ആർ എയും ആയിരിക്കാം. അത് പോസിബിലിറ്റി ആണ്. ആ പോസിബിലിറ്റി ഓക്കെ ആയിരിക്കാം. പിന്നെ സം എ ആർ നോട്ട് ബി, സം ബി ആർ നോട്ട് എ എന്നും പറയാം. ക്ലിയർ? സം ബി ആർ നോട്ട് എ അതും പറയാം. കാരണം എന്താ? ഇവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ കുറച്ച് ബി എ അല്ല, അങ്ങനെയും നമുക്ക് പോസിബിലിറ്റി കേസിൽ പറയാം. കാരണം അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, പക്ഷെ പോസിബിലിറ്റിയിൽ പറയുമ്പോൾ അത് കറക്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ ഈ 2 പോസിബിലിറ്റി ആണ് നമുക്ക് ഓൾ എ ആർ ബി എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. അടുത്തത് സം എ ആർ ബി എന്ന് പറയുമ്പോൾ കിട്ടുന്ന പോസിബിലിറ്റി ഏതാ? വേണമെങ്കിൽ ഓൾ എ ആർ ബി എന്നും പറയാം. വേണമെങ്കിൽ ഇങ്ങനെ വരക്കുന്നതിന് പകരം നമുക്ക് ഇതുപോലെ വരച്ചാലും കറക്റ്റ് ആണ്, സം എ ആർ ബി ആണ്. അപ്പൊ അതിനെ സം എ ആർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ എ ആർ ബി എന്ന് വേണമെങ്കിൽ ആക്കാം. അതുപോലെ ഓൾ ബി ആർ എ എന്നും നമുക്ക് പറയാം. പോസിബിലിറ്റി ആണ്. സം എ ആർ നോട്ട് ബി എന്ന് പറയാം, സം ബി ആർ നോട്ട് എ എന്നും പറയാം. അപ്പൊ ഇതൊക്കെ പോസിബിലിറ്റി ആണ്. ക്ലിയർ? ക്ലിയർ? അടുത്തത് അതുപോലെ തന്നെ സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പോസിബിലിറ്റി ആണ്.
ക്ലിയർ? ഇതൊക്കെ പോസിബിലിറ്റി ആയി വരും. സം എ ആർ ബി എന്ന് വേണമെങ്കിൽ പറയാം, സം എ ആർ ബി എന്ന് പറയാം, നോ എ ഈസ് ബി എന്ന് പറയാം, നോ ബി ഈസ് എ എന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇനി നോ എന്ന കേസിൽ നമുക്ക് ഒരു പോസിബിലിറ്റിയും വർക്ക് ആവില്ല. നോ പോസിബിലിറ്റി ഈസ് ട്രൂ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇവിടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഓൾ ബുക്സ് ആർ പേപ്പർ. ക്ലിയർ? ഓൾ ബുക്സ് ആർ പേപ്പർ എന്നും ഓൾ ട്രീസ് ആർ പേപ്പർ എന്നും ഓൾ പേപ്പേഴ്സ് ആർ റീസൈക്ലബിൾ. ഓൾ പേപ്പേഴ്സ് ആർ റീസൈക്ലബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ കൺക്ലൂഷൻ? സ്റ്റേറ്റ്മെന്റ് ഇതാ തന്നു. ഇനി കൺക്ലൂഷൻ സം ബുക്സ് ആർ ട്രീ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്താ വെൻ ഡയഗ്രാം വരയ്ക്കാം. ഓൾ ബുക്സ് ആർ പേപ്പർ. അപ്പോൾ ഓൾ ബുക്സ് ആർ, ഇത് ബുക്സ് ആണ്, പേപ്പർ. ഓക്കെ, ഇത് പേപ്പറാണ്. പിന്നെ ഓൾ ട്രീസ് ആർ പേപ്പർ. സെയിം, ഓൾ ട്രീസും പേപ്പറാണ്. അപ്പോൾ ട്രീസും ഇവിടെ തന്നെ വരും. ക്ലിയർ? ഇനി ഓൾ പേപ്പേഴ്സ് ആർ റീസൈക്ലബിൾ. അപ്പോൾ ഓൾ പേപ്പേഴ്സ് ആർ റീസൈക്ലബിൾ. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വെൻ ഡയഗ്രാം വരിക. ഇനി നമ്മുടെ കൺക്ലൂഷൻ നോക്ക്. സം ബുക്സ് ആർ ട്രീ. സം ബുക്സ് ആർ ട്രീ. ശരിയാണോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇത് ഒരുമിച്ച് വരക്കാൻ പറ്റുന്ന നമുക്ക് ഉറപ്പില്ലല്ലോ. ഇത് ബുക്സ് ഇവിടെ വരക്കാം, ഇത് ഇവിടെ വരക്കാം. അതൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. സം ബുക്സ് ആർ ട്രീ എന്ന് പറയുന്നത് ഇത് ഒരുമിച്ച് വരക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ പറ്റാം. പോസിബിലിറ്റി പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞെന്താ? സം ബുക്സ് ആർ ട്രീ. ഒരു ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പക്ഷെ ഇതാ ബുക്സ് ഇവിടെ വന്നു, ട്രീ ഇവിടെ വന്നു. സോ തെറ്റാണ്. ഓൾ ട്രീസ് ആർ സൈക്ലബിൾ. സോ റീസൈക്ലബിൾ. സോ ഓൾ ട്രീസ് ആണ് ഇവിടെ ഉണ്ട്. റീസൈക്ലബിൾ എന്താ? ഇതിന് ചുറ്റുമാണുള്ളത്. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് റീസൈക്ലബിളിന് ഉള്ളിലാണ് നമ്മുടെ ട്രീ ഉള്ളത്. സോ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഏതാണ്? ഒൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ റീഡ്. അതായത് ഇവിടെ സെയിം ആണ്. എന്താ? സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്, സൊല്യൂഷൻ. അതായത് സ്റ്റേറ്റ്മെന്റ് എന്താ? ഓൾ യെല്ലോസ് ആർ പിങ്ക്. അപ്പോൾ യെല്ലോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വരക്കും. യെല്ലോ, ഇത് യെല്ലോ ആണ്. ഓൾ യെല്ലോസ് ആർ പിങ്ക് എന്ന് പറഞ്ഞു. സോ പിങ്കിനകത്ത് യെല്ലോ വരക്കാം. ക്ലിയർ? ഇനി ഓൾ പിങ്ക്സ് ആർ വൈറ്റ്. സോ ഇതിനകത്ത് വൈറ്റ് വരക്കാം. ഇനി എന്താ നമ്മുടെ കൺക്ലൂഷൻ നോക്കിയാൽ ഫസ്റ്റത്തെ കൺക്ലൂഷൻ എന്താ? സം പിങ്ക്സ് ആർ യെല്ലോ. സം പിങ്ക്സ് ആർ യെല്ലോ. കറക്റ്റ് ആണല്ലോ. പിങ്കിനകത്ത് യെല്ലോ ഉണ്ട്. അപ്പോൾ കുറച്ച് പിങ്ക് യെല്ലോ ആയിരിക്കുമല്ലോ. ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത് സം വൈറ്റ്സ് ആർ യെല്ലോ. വൈറ്റ് ഇവിടെ ഉണ്ട്, യെല്ലോ ഇതാ ഇതിനകത്താണ്. സോ കുറച്ച് വൈറ്റ് യെല്ലോയിൽ ഉണ്ടാകും. സോ അതും കറക്റ്റ് ആണ്. സെക്കൻഡ് സം യെല്ലോസ് ആർ നോട്ട് വൈറ്റ്. സം യെല്ലോസ് ആർ നോട്ട് വൈറ്റ്. തെറ്റല്ലേ? കാരണം യെല്ലോന്റെ അകത്താണ്, സോറി വൈറ്റിന്റെ അകത്താണ് യെല്ലോ ഉള്ളത്. അപ്പോൾ സം യെല്ലോസ് ആർ നോട്ട് വൈറ്റ് പറയാൻ പറ്റില്ല. തെറ്റാണ്. അടുത്തത് ഓൾ വൈറ്റ്സ് ആർ പിങ്ക്. ഓൾ വൈറ്റ്സ് പിങ്ക് ആണെന്ന് പറയാൻ പറ്റുമോ? കുറച്ച് വൈറ്റ് പുറത്തുണ്ട്. സോ അതും തെറ്റാണ്. അപ്പോൾ രണ്ട് കൺക്ലൂഷൻ ആണ് തെറ്റ്. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓൺലി കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. സെയിം ആണ്. എന്താ? ഫസ്റ്റത്തെ നമുക്ക് സം ഫ്രൈസ് ആർ കേക്ക്. അപ്പോൾ സം ഫ്രൈസ് കേക്ക് ആണ്. സോ നമുക്ക് ഇവിടെ ഫ്രൈസ് വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം. സം ഫ്രൈസ് ആർ കേക്ക് എന്ന് പറഞ്ഞു. കേക്ക്സ്. അടുത്തത് ഓൾ ബർഗേഴ്സ് ആർ കേക്ക്. ഓൾ ബർഗർ കേക്കാണ്. സോ ബർഗർ ഇതിനകത്ത് വരക്കും. ക്ലിയർ? ഇനി എന്താണ്? ഓൾ കേക്ക്സ് ആർ ചിപ്സ്. അപ്പോൾ കേക്ക്സ് ഒക്കെ ചിപ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താ? കേക്ക്സ് ഒക്കെ ചിപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതാ ചിപ്സിന്റെ ഉള്ളിൽ കേക്ക്സ് വരണം. ഓൾ കേക്ക്സ് ആർ ചിപ്സ്. ഇനി എന്താ കൺക്ലൂഷൻ നോക്കിയാൽ ഓൾ ഫ്രൈസ് ആർ ചിപ്സ്. ഓൾ ഫ്രൈസ് ആർ ചിപ്സ്. അത് ഫ്രൈസ് എവിടെ? ചിപ്സ് ഇവിടെ. കണ്ടോ? ഓൾ ഫ്രൈസ് ചിപ്സ് ആണോ? അല്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓൾ ഫ്രൈസ് ചിപ്സ് വരില്ലല്ലോ. കണ്ടോ? ഫ്രൈസ് ഇവിടെ വരും, ചിപ്സ് ഇവിടെ വരും. അപ്പോൾ ചിപ്സിൽ പെടാത്ത ഫ്രൈസും ഉണ്ട്. സോ എന്താ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ നോക്കിയാൽ സം ചിപ്സ് ആർ ഫ്രൈസ്. സം ചിപ്സ് ആർ ഫ്രൈസ് ആണ്. കാരണം എന്താ? ഈ ഏരിയയിൽ ഫ്രൈസും വരുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓൾ ബർഗേഴ്സ് ആർ ചിപ്സ്. ബർഗേഴ്സ് ചിപ്സിൽ വരുന്നുണ്ടല്ലോ. അകത്താണ്, ചിപ്സിന്റെ അകത്താണ് ബർഗർ വരുന്നത്. സോ അതും കറക്റ്റ് ആണ്. അപ്പൊ രണ്ട് കൺക്ലൂഷൻ കറക്റ്റ് ആണ്. 2ഉം എന്താണ്? 3യും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി അല്ലേ ഇപ്പോൾ വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. ക്ലിയർ? അടുത്ത നോക്കാം.
അടുത്ത സ്റ്റേറ്റ്മെന്റ് സം ബോൾസ് ആർ ബാറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് സം, ഇവിടെ ബോൾസ് ആർ ബാറ്റ്. ക്ലിയർ? ഇനി നോ ബാറ്റ് ആർ ടോയ്സ്. നോ ബാറ്റ് ആർ ടോയ്സ്. അപ്പോൾ ബാറ്റും ടോയും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതെങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ വരയ്ക്കും. ബാറ്റും ബോയും തമ്മിൽ, ടോയും തമ്മിൽ ബന്ധമൊന്നുമില്ല. ബാറ്റും ടോയും തമ്മിൽ നമുക്ക് ബന്ധമില്ല. അടുത്ത എന്താ വരയ്ക്കുക? അടുത്തത് ഓൾ ഡോൾസ് ആർ ടോയ്സ്. അപ്പോൾ ഡോൾസ് എന്ന് പറയുന്നതൊക്കെ ടോയ് ആണ്. സോ ഡോൾസ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരയ്ക്കും, ഡോൾസ്. ക്ലിയർ? ഇനി കൺക്ലൂഷൻ നോക്കാം. സം ബോൾസ് ആർ ടോയ്സ്. സം ബോൾസ് ആർ ടോയ്സ്. സം ബോൾസ് ടോയ് ആണ്. അത് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ആവാം, പോസിബിലിറ്റി പറഞ്ഞാൽ കറക്റ്റ് ആവും. പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ ബോൾ വന്നു, ഇവിടെ ടോയ് വന്നു. ക്ലിയർ? അപ്പോൾ ഇത് തെറ്റാണ്. സെക്കൻഡ്, ഓൾ നോ ബോൾസ് ആർ ടോയ്. നോ ബോൾസ് ആർ ടോയ്. അത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വേണമെങ്കിൽ ഇതിങ്ങനെ വരക്കാമല്ലോ. അതായത് ഇതുമായിട്ട് ബന്ധമില്ല, പക്ഷെ ഇങ്ങനെ വേണമെങ്കിൽ വരക്കാമല്ലോ. ഇതുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഇത് ടോയ് വരക്കാൻ വേണമെങ്കിൽ, ഇത് വേണമെങ്കിൽ നമുക്ക് വരക്കാം. പക്ഷെ അതുകൊണ്ട് എന്താ നോ ബോൾസ് ആർ ടോയ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതും തെറ്റാണ്. സോ അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്തായിരിക്കും? രണ്ടും തെറ്റാണ്. അപ്പൊ നെയ്തർ വൺ നോർ ടു ആണോ? അല്ല. ഇവിടെ നമ്മൾ ആലോചിക്കണ്ടേ, ഇങ്ങനെ ഇവിടെ നോക്കി, ഇവിടെ ബോള് ടോയ്, ബോള് ടോയ്. അപ്പൊ ഇങ്ങനെ സെയിം സ്റ്റേറ്റ്മെന്റ്, അതായത് സെയിം ഉള്ള സംഭവം എന്താ, രണ്ടും നമുക്ക് തെറ്റ് വന്നാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എയ്തർ ഓർ ആണ്. അതായത് ചിലപ്പോൾ ഇത് കറക്റ്റ് അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആവാം. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അപ്പൊ ഇവിടെ എയ്തർ വൺ ഓർ ടു ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് സെയിം സ്റ്റേറ്റ്മെന്റ്, അതായത് ഇവിടെ ബോൾ വന്നു, ഇവിടെ ടോയ് വന്നു, ഇവിടെ ബോള് ടോയ്, അങ്ങനെ വന്നാൽ നിങ്ങൾ ഇപ്പോൾ ഓള് സം നോട്ട്, ഇതൊരു പേരാണ്. അതുപോലെ സമ്മ് സം നോട്ട്, പിന്നെന്താ സമ്മ് നോ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ വന്നാൽ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റിൽ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഓൾ വന്നു, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ സം നോട്ട് വന്നു. സെയിം കാര്യത്തിന് സെയിം രണ്ട് ക്വാണ്ടിറ്റിനെയാണ് സെയിം പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്കത് ഐദർ ഓർന്ന് എഴുതാൻ പറ്റും. പിന്നെ സമ്മ്, ആദ്യത്തെ സമ്മ് വന്നു, രണ്ടാമത്തെ സം നോട്ട് വന്നു, അപ്പോഴും നമുക്ക് ഐദർ ഓർ പറ്റും. പിന്നെ സമ്മ് നോ, അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് ഐദർ ഓർ എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിയേ, സമ്മ് നോ, ഈ മൂന്നാമത്തെ കണ്ടീഷൻ വന്നു, സെയിം ക്വാണ്ടിറ്റി ആവണം, പിന്നെ അത് ആ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാവണം, എങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐദർ ഓർ. ക്ലിയർ? ഐദർ ഓർ. സമ്മ്, ഓള്, സമ്മ്. പിന്നെ നമ്മൾ അല്ലാണ്ട് ഒരു രൂപത്തിൽ പറയും, അതായത് ഈ ഓളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും, എ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി സമ്മിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും, ഐ എന്ന് റെപ്രസെന്റ് ചെയ്യും. പിന്നെ നോയിനെ റെപ്രസെന്റ് ചെയ്യും, ഇ എന്ന്. ഇനി സം നോട്ടിനെ റെപ്രസെന്റ് ചെയ്യും, ഓ എന്ന്. ഇതാണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക. അത് മറ്റൊരു രീതിയിൽ, വെൻ ഡയഗ്രാം അല്ലാണ്ട് നമ്മൾ മറ്റൊരു രീതിയിൽ സോൾവ് ചെയ്യുന്ന മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ എയും ഐയും ഇയും ഓയും ഒക്കെ അങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഐദർ ഓർ കണ്ടീഷൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലുള്ള കണ്ടീഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ആൻസർ ഐദർ ഓർ വരണമെങ്കിൽ നമ്മൾ ആദ്യം ഐദർ ഓർ ആണ് വരണ്ടേ. ഞാൻ ഇത് മായ്ക്കട്ടെ. അപ്പോൾ ഇത് മായ്ക്കുന്നു. നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഐദർ ഓർ വരണം. എന്താ? ഐദർ ഓർ ആണ് നമുക്ക് വരണ്ടേ. അങ്ങനെ വരണമെങ്കിൽ ആദ്യം നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് രണ്ടും തെറ്റായിരിക്കണം. ഇത് ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ രണ്ടും സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം, അതായത് സെയിം ആയിരിക്കണം, രണ്ടും സെയിം സാധനത്തിന്. അതായത് ഇപ്പോൾ എന്താ, ഇവിടെ ബോള്, ഇവിടെ ടോയ്, അപ്പോൾ രണ്ടും സെയിമിനായിരിക്കണം, രണ്ടും ബോളിനെയും ടോയിനെയും വെച്ച് തന്നെ ആയിരിക്കണം. ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് നമുക്ക് എയോ ഐയോ ഐ ഇ. അതായത് എ എന്ന് പറഞ്ഞാൽ ഓളും പിന്നെന്താ നോട്ടും, സം നോട്ടും, ഓളും സം നോട്ടും വരണം. അങ്ങനെ വന്നാൽ ഓളും സം നോട്ടും വന്നു, രണ്ടും സെയിം ക്വാണ്ടിറ്റി ആണ്, രണ്ടും തെറ്റാണ് വന്നാൽ ഐദർ ഓർ വരാം. അല്ലെങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ സമ്മും നോയും, എയോ ഐയോ ആണ്. അപ്പൊ സമ്മും നോട്ടും, സം നോട്ടും, പിന്നെ സമ്മും നോയും. അങ്ങനെ വന്നാലും നമുക്ക് എന്താ, ഇങ്ങനെ ഈ മൂന്ന് കണ്ടീഷൻ വന്നാൽ നമുക്ക് എന്ത് പറയാം? ആ സ്റ്റേറ്റ്മെന്റ് ഐദർ ഓർ ആണെന്ന് പറയാം. ക്ലിയർ? ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. ഓൾറെഡി ക്ലാസ് പഠിച്ചായിരിക്കും, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റിയെന്ന് വിചാരിച്ച് നമ്മളിതാ നെയ്തർ വൺ
നോർ ടു എന്ന് എഴുതാൻ പാടില്ല. ക്ലിയർ? അപ്പൊ ഇത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഓൾ ഫോൺസ് ആർ ലാപ്ടോപ്സ്. ഓൾ ഫോൺസ്, അതായത് ഫോണ് ഇവിടെ ഉണ്ട്, ലാപ്ടോപ്സ്, ഓൾ ഫോൺസ് ആർ ലാപ്പ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഓൺലി എ ഫ്യൂ കമ്പ്യൂട്ടേഴ്സ് ആർ ലാപ്ടോപ്പ്. അപ്പോൾ ഫ്യൂ കമ്പ്യൂട്ടേഴ്സ് ആണ് ലാപ്ടോപ്പ് ആയിട്ടുള്ളത്. സോ നമുക്ക് ആ ഫ്യൂ കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ വരക്കാം, ലാപ്ടോപ്സ് ആണ്. പിന്നെ ഓൺലി ഫ്യൂ മൊബൈൽസ് ആർ ഫോൺസ്, ഓൺലി ഫ്യൂ മൊബൈൽസ് ആർ ഫോൺസ്. അപ്പൊ ഇങ്ങനെ വരക്കാം, ഇവിടെ മൊബൈൽസ്. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തരിക. ഇനി കൺക്ലൂഷൻ നോക്കിയാൽ ഓൾ മൊബൈൽസ് ആർ ലാപ്ടോപ്സ്. ഓൾ മൊബൈൽസ് ലാപ്ടോപ്സ് ആണോ? ഓൾ മൊബൈൽസ് ലാപ്ടോപ്സ് ആണോ? അല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓൺലി എ ഫ്യൂ ഫോൺസ് ബി ഇൻ കമ്പ്യൂട്ടർ ഈസ് എ പോസിബിലിറ്റി. ഫ്യൂ ഫോൺസ് കമ്പ്യൂട്ടർ ആവാൻ പോസിബിലിറ്റി ആണോ? ഫ്യൂ ഫോൺസ് എവിടെയാണ്? ഇത് കമ്പ്യൂട്ടർ ഇവിടെ. ഓക്കെ, ഒൺലി അതായത് സം only a few എന്ന് പറഞ്ഞാൽ few phones are computer, അതായത് കുറച്ച് കമ്പ്യൂട്ടർ ഫോൺ ഇതല്ല. only a few phones are computer, അതായത് some computers are not phone, അങ്ങനെ പറയാം. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താ? ഇവിടെ നമുക്കത് പോസിബിലിറ്റി ആണ്. ഓക്കെ, കാരണം ഇവിടെ കുറച്ച് ഫോൺസ് കമ്പ്യൂട്ടർ ആണ്, പക്ഷെ കുറച്ച് അല്ലാണ്ട് ഇരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. only a few എന്ന് പറഞ്ഞാൽ എന്താ? സം നോട്ട് വരും. കുറച്ച് only a few, കുറച്ച് സാധനം ഇതാണ്, ബാക്കി കുറച്ച് എന്തായിരിക്കും? അല്ല. ക്ലിയർ? അപ്പോൾ ഇവിടെ സം നോട്ടാണ് വരുന്നത്, ഇത് സം നോട്ട്, അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഓപ്ഷൻ എന്താണ്? ബി ആണ് കറക്റ്റ്. ക്ലിയർ? ഈ പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താ? ഇവിടെ കുറച്ച് ഫോൺസ് കമ്പ്യൂട്ടർ ആണ്, അത് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്നു. പക്ഷെ കുറച്ച് ഫോൺസ് കമ്പ്യൂട്ടർ അല്ലാണ്ടിരിക്കാം. ക്ലിയർ? സം ഫോൺസ് ആർ നോട്ട് കമ്പ്യൂട്ടർ. സം ഫോൺസ് ആർ നോട്ട് കമ്പ്യൂട്ടർ ഈസ് എ പോസിബിലിറ്റി. അതാണ് ഇത് ചോദിക്കുന്നത്. only a few ഫോൺസ് ആർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഫോൺസ് ആർ നോട്ട് കമ്പ്യൂട്ടേഴ്സ്, അതും നമുക്ക് പറയാം, അത് പോസിബിലിറ്റി ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 6th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പറയുന്നത്? നോ ഹിൽസ് ആർ മൗണ്ടൻ. അപ്പോൾ ഹിൽസും മൗണ്ടൻ, നമുക്ക് ഇതാ ഹിൽസ് ഇവിടെ വേണമെങ്കിൽ വരക്കാം. ഹിൽസ്, മൗണ്ടൻ ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ക്ലിയർ? അത് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി 56% മൗണ്ടൻസ് ആർ പീക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞ 56%, അതായത് സം, ഈ 56 എന്ന് പറഞ്ഞാൽ സം മൗണ്ടൻസ് ആർ പീക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സം മൗണ്ടൻസ് ആർ പീക്സ്. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ വരക്കാം, ഇവിടെ പീക്സ് വരക്കാം. സം മൗണ്ടൻസ് ആർ പീക്സ്. അടുത്ത എവരി പീക്സ് ആർ എവറസ്റ്റ്. എവരി പീക്സ് എവറസ്റ്റ് ആണ്. അപ്പൊ എന്താ? നമ്മൾ ഇതാ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം, എവരി പീക്സ് എവറസ്റ്റ്. അതായത് പീക്സ് ഒക്കെ എവറസ്റ്റിന്റെ അകത്ത് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ നോക്കിയേ. എവരി പീക്സ് ക്യാൻ നെവർ ബി ഹിൽസ്. എവരി പീക്സ് നെവർ ബി ഹിൽസ്, അതായത് നോ ഹിൽസ് ഈസ് പീക്ക്. ക്യാനാ പറഞ്ഞ ഇസ് എ പോസിബിലിറ്റി എന്നാ ചോദിച്ചത്. എവരി പീക്ക് ക്യാൻ നെവർ ബി ഹിൽസ്, അതായത് നോ ഹിൽ ഈസ് പീക്ക് ഈസ് എ പോസിബിലിറ്റി. അത് കറക്റ്റ് അല്ലേ? അതായത് നോ ഹിൽസ് ഈസ് എ പീക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ പോസിബിലിറ്റി എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഡെഫിനറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പോസിബിലിറ്റി ചോദിച്ചാൽ അത് തെറ്റായിരിക്കും. കാരണം ഇവിടെ നോക്കിയാൽ സം മൗണ്ടൻസ് ആർ പീക്സ് ഇസ് എ പോസിബിലിറ്റി ചോദിച്ചാലോ തെറ്റാണ്. കാരണം ഓൾറെഡി നമുക്കറിയാം പോസിബിലിറ്റി അല്ല ഡെഫിനറ്റ് ആയിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് പോസിബിലിറ്റി ചോദിച്ചാൽ തെറ്റാണ്. പക്ഷെ ഇവിടെ നമുക്കതാ ഹിൽസും പീക്കും തമ്മിൽ ബന്ധമൊന്നും നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നോ ഹിൽസ് ഈസ് പീക്ക് ഈസ് എ പോസിബിലിറ്റി ആണ്. പോസിബിലിറ്റി ചിലപ്പോൾ അത് അല്ലായിരിക്കാം, ആയിരിക്കാം, അത് നമുക്കറിയില്ല. അപ്പൊ പോസിബിലിറ്റിയിൽ ഇത് കറക്റ്റ് ആണ്. അടുത്തത് ഓൾ മൗണ്ടൻസ് ബീൻ എവറസ്റ്റ് ഈസ് എ പോസിബിലിറ്റി. ഓൾ മൗണ്ടൻസ് ബീൻ എവറസ്റ്റ് ഈസ് എ പോസിബിലിറ്റി ആണ്. കാരണം നമുക്ക് ഈ മൗണ്ടനും എവറസ്റ്റും തമ്മിൽ ഒരു ബന്ധവും നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ക്ലിയർ? അപ്പോൾ പോസിബിൾ ആണ്, പോസിബിലിറ്റിയിൽ കറക്റ്റ് ആണ്. ചിലപ്പോൾ അങ്ങനെ ആവാം, പോസിബിലിറ്റി കറക്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ അത് രണ്ടും പോസിബിലിറ്റി പറയുമ്പോൾ കറക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോസിബിലിറ്റിന്റെ കേസിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പോസിബിലിറ്റിന്റെ കേസിൽ ചോദിച്ചാൽ അത് തെറ്റാണ്. ഇവിടെ ഓൾ മൗണ്ടൻസ് ആർ പീക്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്.
ഓൾ മൗണ്ടൻ സം മൗണ്ടൻസ് ആർ പീക്സ് എന്ന് പറഞ്ഞാൽ അത് പോസിബിലിറ്റി അല്ല. പക്ഷേ ഓൾ മൗണ്ടൻസ് ആർ പീക്സ് ഈസ് എ പോസിബിലിറ്റി. അത് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ അത് പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്കറിയാം അത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കാം. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇതാ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ സാധനം നമ്മളോട് പോസിബിലിറ്റി വെച്ച് ചോദിച്ചാൽ അത് തെറ്റായിരിക്കും. ക്ലിയർ? മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്താ ഓപ്ഷൻ ഏതാണ്? രണ്ടും ശരിയാണല്ലോ. ബോത്ത് കൺക്ലൂഷൻ 1 ആൻഡ് കൺക്ലൂഷൻ 2 ആർ റൈറ്റ്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ പോസിബിലിറ്റിന്റെ കാര്യങ്ങൾ എന്താ നമ്മുടെ സിലോജിസം ഇങ്ങനെയാണ് പഠിക്കുക. സിമ്പിൾ അല്ലേ? പോസിബിലിറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ AO IO IE. AO IO IE ഈ സാധനം വന്നാൽ ഈതർ ഓർ. അതായത് എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഓള്, ഇത് സമ്മ്, ഇത് സമ്മ് സം നോട്ട്, ഇത് സമ്മ് നോ. ഈ 3 സാധനം വന്നാൽ ഈതർ ഓർ ആയിരിക്കും. അപ്പൊ അവിടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് തരുന്ന 2 സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കണം. അതുപോലെ തന്നെ രണ്ടിലും പറയുന്ന കാര്യങ്ങൾ രണ്ടും സെയിം ആയിരിക്കണം. ക്ലിയർ? അപ്പോൾ ഈതർ ഓർ ആയിരിക്കാം. ക്ലിയർ? ഇത് പഠിച്ചു വെക്കാം. അടുത്ത നമ്മൾ വെൻ ഡയഗ്രാം. ഇപ്പൊ നമ്മൾ ചെയ്തില്ല വെൻ ഡയഗ്രാം, അതുപോലത്തെ അതിന് മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലം കൂടി ഉണ്ട്. അപ്പൊ ആ വെൻ ഡയഗ്രാം ആണ് വരയ്ക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സാധാരണ ആർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ചിൽഡ്രൻ, വിമൻ, പിന്നെന്താ ടീച്ചേഴ്സ്. ഇത് നമ്മൾ വെൻ ഡയഗ്രാമത്തിന്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്യണം. സാധാരണ നമുക്ക് വെൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നത് അറിയാലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ചിൽഡ്രൻ, വിമൻ, ടീച്ചേഴ്സ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചിൽഡ്രൻ എന്തായാലും ടീച്ചർ ആവാൻ പറ്റില്ലല്ലോ. ചിൽഡ്രൻ ചെറിയ കുട്ടികളാണ്. പക്ഷെ ഇപ്പോഴൊക്കെ നമ്മൾ എന്താ കുട്ടികളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണ്ട. ചിൽഡ്രൻ എന്തായാലും ടീച്ചർ അല്ല. അപ്പോൾ ചിൽഡ്രനും ടീച്ചറും തമ്മിൽ ബന്ധമില്ല. പക്ഷേ വിമൻ ചിൽഡ്രൻ ആവാം. അതായത് ഒരു ക്ലാസ്സിലുള്ള കാര്യം പറയുന്നത്. ഒരു ക്ലാസ്സിലുള്ള കുട്ടിയും എന്താ ടീച്ചറും ഒരേ ആളാവാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പം ഇവിടെ ചിൽഡ്രൻ വന്നാൽ ഇവിടെ ടീച്ചർ വരും. രണ്ട് തമ്മിൽ ബന്ധമില്ല. പക്ഷേ ടീച്ചർ വിമൺ ആവാം, കുട്ടിയും വിമൺ ആവാം. ഓക്കെ. അപ്പോൾ വിമൻസിൽ വിമൻ ആയാൽ എന്താ നമുക്ക് ടീച്ചർ ആവാം, കുട്ടിയാവാം. അപ്പൊ ഇതാണ് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്തത് ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, സ്ക്വയർ. സോ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? അതായത് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡിലുള്ളതാണ്. ക്വാഡ്രിലാറ്ററൽ 4 സൈഡിലാണ്. അപ്പൊ ട്രയാങ്കിളും ക്വാഡും തമ്മിൽ ബന്ധമില്ല. അപ്പൊ ട്രയാങ്കിൾ ഇവിടെ നമുക്ക് വരക്കാം, ഇവിടെ ക്വാഡ്രിലാറ്ററൽ വരക്കാം. അത് തമ്മിൽ ബന്ധമില്ല. പക്ഷേ സ്ക്വയർ എന്താണ്? സ്ക്വയർ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ക്വാഡ്രിലാറ്ററിന്റെ അകത്താണ് സ്ക്വയർ വരിക. ക്ലിയർ? ഇങ്ങനെയുള്ള ഏതായുള്ള ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വെൻ ഡയഗ്രത്തിൽ പഠിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഇപ്പൊ ട്രയാങ്കിളും എന്താ നമ്മളെ ക്വാഡ്രിലാറ്ററലും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാം അത് തമ്മിൽ ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററിന്റെ അകത്താണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ വരക്കാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഇനി ഡാറ്റ സഫിഷ്യൻസി ആണ്. അതായത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തരും. അതായത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരും, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തരും. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇപ്പോൾ നമുക്ക് എന്താ 2-3 സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഇതിൽ നമുക്ക് ചിലപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് വെച്ച് ആ ക്വസ്റ്റ്യൻ ആൻസർ പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ആയിരിക്കാം ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഡാറ്റ സഫിഷ്യൻസി എന്ന് പറയാം. ക്ലിയർ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് ദ ഷോർട്ടസ്റ്റ് എമംഗ് ABCDE. ABCDEയിൽ ആരാണ് ഷോർട്ടസ്റ്റ്? സ്റ്റേറ്റ്മെന്റോ A ഈസ് ടോളർ ദാൻ E ബട്ട് ഷോർട്ടർ ദാൻ D. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഇത് റെപ്രസെന്റ് ചെയ്യാം? A ഈസ് ടോളർ ദാൻ E ബട്ട് ഷോർട്ടർ ദാൻ D. ഡിനേക്കാളും ചെറുതാണ്. അടുത്തത് B ഈസ് ഷോർട്ടർ ദാൻ C. B എന്ന് പറയുന്നത് സിനേക്കാളും ചെറുതാണ്. ബട്ട് ടോളർ ദാൻ E. അപ്പോൾ ഈനേക്കാളും വലുതാണ്. ഇത് പറഞ്ഞു. അപ്പൊ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ച് നമുക്ക് ആരാണ് ഷോർട്ടർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ സിയും ബിയും ആരാണെന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ സിയും ബിയും ഇവിടെ വരാം. ഓക്കെ. അപ്പൊ അത് മാത്രം വെച്ച് നമുക്ക് ഷോർട്ടർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഈ 2 സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ, 1ഉം 2ഉം നോക്കിയാൽ, 1ഉം 2ഉം നോക്കിയാൽ നമുക്കറിയാം ഈ ഏറ്റവും ചെറുതാണ്. ഇതിനേക്കാളും വലുതാണ് ഈ 4 പേരും. അപ്പൊ ഇവിടെ നമുക്ക് ഷോർട്ടസ്റ്റ് ആരാണെന്ന് കണ്ടുപിടിക്കാം. ഹു ഈസ് ദ ഷോർട്ടസ്റ്റ് എമംഗ് ഈ 5ൽ ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് E ആണ് കണ്ടുപിടിക്കാം. അപ്പോൾ 1ഉം 3ഉം വെച്ച് 2ഉം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഒന്നും രണ്ടും വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റോ, ഡി ഈസ് ടോളർ ദാൻ സി, എ ഈസ് ടോളർ ദാൻ ബി എന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് ഒന്നും മൂന്നും വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓപ്ഷനിൽ ഒന്നും മൂന്നും ഉണ്ട്. ഒന്നും മൂന്നും വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഡിനെക്കാളും ചെറുതാണ് സി, പക്ഷെ എത്ര ചെറുതാണെന്ന് അറിയില്ല. ക്ലിയർ? ഒന്നും മൂന്നും വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി രണ്ടും മൂന്നും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? രണ്ടും മൂന്നും നോക്കിയാൽ സി ഉണ്ട്, പക്ഷെ സിനെക്കാളും വലുതാണ് ഡി, അത് നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ ബി ഉണ്ട്, പക്ഷെ ബിനെക്കാളും വലുതാണ് എ, അപ്പോൾ എ എവിടെയെങ്കിലും ആവാം. പിന്നെ അടുത്തത് ഇ. സോ രണ്ടും മൂന്നും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഓപ്ഷനിൽ രണ്ടും മൂന്നും ഇല്ല. ഓപ്ഷനിൽ ആകെ ഉള്ളത് എന്താണ്? ഒന്നും മൂന്നും, ഒന്നും രണ്ടും ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? മറ്റേത് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അത് NTPC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മറ്റേത് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്നും രണ്ടും മാത്രം നമുക്ക് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. വേണമെങ്കിൽ മൂന്നും വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് സം ഓഫ് മണി ഈസ് ലെൻഡ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്, ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇതിൽ ഏതാണ് ട്രൂ, അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മണി ഗെറ്റ്സ് ഡബിൾഡ് 6 years ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 60%. 60%ൽ നമ്മൾ എന്താ ഇൻട്രസ്റ്റ് കൊടുത്താൽ, 16%, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്താൽ 6 വർഷം കൊണ്ട് നമുക്ക് ഡബിൾ ആവും എന്നാണ് പറയുന്നത്. ആവോ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കൂടുമ്പോഴും സെയിം ഇൻട്രസ്റ്റ് ആണ് വരിക. സോ 16%, 6 വർഷം കഴിയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആവും? ഇൻറ്റു 6 ചെയ്താൽ മതി, 96% ആണ് കിട്ടുക. 100% ആയാൽ നമുക്ക് ഡബിൾ ആയെന്ന് പറയാം. ഇപ്പൊ എന്താണ്, ടോട്ടൽ 100 ഇപ്പോൾ ഉള്ളതെങ്കിൽ 6 വർഷം കഴിഞ്ഞാൽ 196 മാത്രമേ ആവും. സോ ഡബിൾ ആവില്ല. ഒന്നാമത്തെ തെറ്റാണ്. രണ്ടാമത്തെ നോക്കിയാലോ, മണി ഗെറ്റ്സ് ഡബിൾഡ് 5 years ഇഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 18%. അപ്പോൾ 18% 5 years കൊണ്ട് എത്രയാവും പെർസെൻറ്റേജ് ആവും? 18 × 5 എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ 100 ഉള്ള സാധനം 190 വരെ എത്തും. എന്തായാലും ഡബിൾ 200 ആവില്ല. സോ ഇതും തെറ്റാണ്. രണ്ട് ഓപ്ഷനും തെറ്റാണ്. ഓപ്ഷൻ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, നീലു ഹാസ് 10 pens ഓഫ് 3 different colors. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ബ്ലാക്ക് പെൻസ് ഷീ ഹാസ്. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ 2 പെന്നാണുള്ളത്, 10 പെന്നാണുള്ളത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമുണ്ട്? ഫൈൻഡ് ഔട്ട് ദ ഹൗ ബ്ലാക്ക് പെൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ബ്ലാക്ക് പെന്ന് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ നമ്മൾ നോക്കിയാൽ സിമ്പിൾ ആണ്. അതായത് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് 2 റെഡ് പെൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ റെഡ് ഈക്വൽ ടു എത്രയാ? 2 ഉണ്ടെന്ന് മനസ്സിലായി. നമ്പർ ഓഫ് ബ്ലൂ പെൻ, അപ്പോൾ അടുത്ത ബ്ലൂ പെൻ ആണ് പറയുന്നത്. ബ്ലൂ പെൻ എന്ന് പറയുന്നത് എന്താ? ഡബിൾ ഓഫ് നമ്പർ ഓഫ് റെഡ്. അപ്പോൾ 2 × റെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 2 × 2 4 ആണെന്ന് കിട്ടും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്നും ഓൾ പെൻസ് ആർ ജെൽ പെൻസ്. അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക്? നമ്മളോട് ബ്ലാക്ക് പെൻ എത്രയാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് റെഡ് എത്രയാണ് കിട്ടി, രണ്ടാമത്തെ നിന്ന് നമുക്ക് ബ്ലൂ എത്രയാണെന്ന് കിട്ടി. 2 ഉം 4 ഉം 6 ആണെന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള റെഡ് അല്ലേ, 10 നിന്ന് 6 പോയാൽ ബാക്കി എത്രയാ? 4 ബ്ലാക്ക് പെൻ ആണ്. റെഡ് 2, ബ്ലൂ 4, സോ ടോട്ടൽ 6 ആയി. സോ 10 നിന്ന് 6 പോയാൽ 4 ബ്ലാക്ക് പെൻ ആണ്. അപ്പോൾ 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ച് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ചൈന കോഡഡ്? അപ്പോൾ ചൈനയെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം? അപ്പോൾ ഇവിടെ നോക്കിയാൽ ചിലിനെ കോഡ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് എന്തിന്റെ ബേസിലാണ് കോഡ് ചെയ്തത്? നമ്മൾ നോക്കിയേ, ചിലി, അല്ലെങ്കിൽ ഇവിടെ തന്നെ നോക്കാം, ചിലി. അപ്പോൾ നമ്മൾ നോക്കിയാൽ എന്തിന്റെ ബേസിലാണെന്ന് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ചിലിയിലുള്ള എല്ലാ ലെറ്റേഴ്സും ഇവിടെയുണ്ട്, ഈജിപ്തിലുള്ള എല്ലാ ലെറ്റേഴ്സും ഇവിടെയുണ്ട്. അപ്പോൾ ലെറ്റേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ് ഇവിടെ ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പൊസിഷൻ എഴുതി നോക്കാം. 1 2 3 4 5. ഇനി സി എവിടെയാണുള്ളത്? ഇവിടെ 1. എച്ച് എവിടെയാണുള്ളത്? ഇതാ ഇവിടെ 2. ഐ 3 ആണ്, ഇതാ ഇവിടെ 3. എൽ 4 ആണ്, ഇത് 5 ആണ്. ഇങ്ങനെയാണ് തന്നിട്ടില്ല. സെയിം ആണോ ഇവിടെ എന്ന് നോക്കാം നമുക്ക്. ഇനി ഇവിടെ ഈജിപ്ത് 1 2 3 4 5. ടി എന്ന് പറയുന്നത് എത്രയാണ്? ടി എന്ന് പറയുന്നത് 5 ആണ്. ഇഒ 1 ആണ്. വൈ എത്രയാണ്? വൈ എന്ന് പറയുന്നത് 3 ആണ്. ജി എത്രയാണ്? 2 ആണ്. അത് കഴിഞ്ഞിട്ട് പി എന്ന് പറയുന്നത് 4 ആണ്.
ഇവിടെ നോക്കിയേ, ഈ ഇതിനൊക്കെ ഇങ്ങനെ മാറ്റി എഴുതി. ക്ലിയർ? അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് ആൻസർ പറയണമെങ്കിൽ വേണ്ടത്? നമുക്ക് ഏത് കിട്ടിയാലും പറയാമല്ലോ, രണ്ടിൽ ഏത് കിട്ടിയാലും പറയാം. ഇതർ 1 or 2 ഈസ് സഫിഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ്? രണ്ടിൽ ഏത് സ്റ്റേറ്റ്മെന്റ് കിട്ടിയാലും നമുക്ക് ആൻസർ പറയാൻ പറ്റും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹൗ സ്വാതി ഈസ് റിലേറ്റഡ് ടു നമിത. സ്വാതി എങ്ങനെയാണ് നമിതയുമായി റിലേറ്റ് ചെയ്യുന്നത്? സ്വാതിസ് ഹസ്ബൻഡ് ഈസ് ഓൺലി സൺ ഓഫ് നമിതാസ് മദർ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഫിഗർ വരക്കാം. എങ്ങനെ വരക്കാം? നമ്മൾ ഇതിനെ ഫിഗർ വരക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് നോക്കാം. ഫിഗർ വരക്കുമ്പോൾ ഫസ്റ്റത്തെ എന്താണ്? ഹൗ സ്വാതി ഈസ് റിലേറ്റഡ് ടു നമിത. സ്വാതിസ് ഹസ്ബൻഡ്. അപ്പം ഇവിടെ സ്വാതി ഉണ്ട്, സ്വാതിന്റെ ഹസ്ബൻഡ് ആരും ഉണ്ട്, സ്വാതിന്റെ ഹസ്ബൻഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ബ്ലഡ് റിലേഷൻ ഒക്കെ പഠിച്ചതല്ലേ, അപ്പൊ അതിൽ നമ്മൾ പഠിച്ചതാണ് സ്വാതിന്റെ ഹസ്ബൻഡ് ഈസ് ദ ഓൺലി സൺ ഓഫ് നമിതാസ് മദർ. അപ്പൊ നമിതേന്റെ മദർ, നമിത ഇവിടെ ഉണ്ട്, നമിതേന്റെ മദർ ഇവിടെ ഒരാളുണ്ട്, മദർ, അത് അവരുടെ ഓൺലി സൺ ആണ് ഇവര്. അപ്പോൾ ഇവര് സിസ്റ്റേഴ്സ് ആയിരിക്കും, ഇത് ബ്രദർ ആയിരിക്കും. നമിതേന്റെ ബ്രദറാണ് ഇയാൾ, ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നുണ്ട് എന്താ ഫൈൻഡ് ചെയ്യണ്ടേ? ഹൗ സ്വാതി ഈസ് റിലേറ്റഡ് ടു നമിത. സ്വാതിയും നമിതയും റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സിസ്റ്റർ ഇൻ ലോ അല്ലേ? സിസ്റ്റർ ഇൻ ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സെക്കൻഡ്, സ്വാതിസ് ബ്രദർ, സ്വാതിന്റെ ബ്രദർ, അതായത് നമുക്ക് ഇവിടെ സ്വാതി വരക്കാം, സ്വാതിന്റെ ബ്രദർ ആൻഡ് നമിതാസ് ഹസ്ബൻഡ്. അപ്പൊ നമിതയുടെ ഹസ്ബൻഡ് ആർ കസിൻസ്. അപ്പൊ ഇവരെ കസിൻസ് ആണ്. സോ എന്താ ഹൗ സ്വാതി ഈസ് റിലേറ്റഡ് ടു നമിത. അപ്പൊ കസിന്റെ ഇത് സിസ്റ്റർ ഇൻ ലോ, അവിടെയും സിസ്റ്റർ ഇൻ ലോ. അപ്പൊ രണ്ട് ഡിഫറെന്റ് സാധനം തന്നിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ALPക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ എന്താ നമ്മളെ ആൻസർ ഏത് വെച്ച് ചെയ്താലും ആൻസർ കിട്ടും. അപ്പോൾ ഏതാണ്? ഐദർ 1 or 2 ഈസ് സഫിഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്താ സിസ്റ്റർ ഇൻ ലോ ആണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ എന്തേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഷുഡ് ദ ഗവൺമെന്റ് എൻകറേജ് യങ് ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടില്ല, അതിന്റെ ആർഗ്യുമെന്റ് ആണ് തന്നിട്ടില്ല. ഷുഡ് ദ ഗവൺമെന്റ് എൻകറേജ് യങ് ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഇവിടെ എന്താ? യങ് ഓൺടർപ്രണർഷിപ്പ് ഗവൺമെന്റ് എൻകറേജ് ചെയ്യണോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആർഗ്യുമെന്റ് എന്താണ്? യെസ്, ദേ വിൽ റെഡ്യൂസ് ദ ബേർഡൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഇത് കറക്റ്റ് അല്ലേ? അതായത് ഓൺടർപ്രണർഷിപ്പ് കൂടിയാൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയും. ഇത് കറക്റ്റ് ആണ്. പിന്നെ യെസ്, ദേ വിൽ കോൺട്രിബ്യൂട്ട് ടു ഡെവലപ്മെന്റ് ഓഫ് കൺട്രി. അതായത് ഓൺടർപ്രണർഷിപ്പ് കൂടിയാൽ എന്താ? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയും. അപ്പൊ എന്താ? കൺട്രീന്റെ ഗ്രോത്ത് കൂടും. അപ്പോൾ ഇതും കറക്റ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബോത്ത് ആർഗ്യുമെന്റ് 1 and 2 ആർ സ്ട്രോങ്. രണ്ടും സ്ട്രോങ് ആണ്. അതായത് ഗവൺമെന്റ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ യങ് ഓൺടർപ്രണർഷിപ്പ് കൂട്ടുന്നത്? അപ്പൊ അതിലുള്ള രണ്ട് ആർഗ്യുമെന്റ് ആണ്, രണ്ടും വളരെ സ്ട്രോങ് ആണ്. സോ അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇത്രയാണ് നമ്മൾ പഠിച്ച കാര്യം. നമ്മുടെ ഡാറ്റ സഫിഷ്യൻസി എന്ന് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള പസിലാണ്. പസിലിൽ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റും ഉണ്ട്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ നോക്കിയേ, സെർട്ടൻ നമ്പർ ഓഫ് പേഴ്സൺസ് ആർ സ്റ്റാൻഡിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഫേസിങ് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. എക്സ് ഈസ് സ്റ്റാൻഡിങ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഡബ്ല്യു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഡബ്ല്യു. എല്ലാവരും നോർത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് വരക്കാം. എക്സിന്റെ ഡബ്ല്യുവിന്റെ ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ ഡബ്ല്യു ആണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ക്ലിയർ? ഇങ്ങോട്ട് ലെഫ്റ്റും ഇങ്ങോട്ട് റൈറ്റും ആണ്. ഡബ്ല്യുവിന്റെ ലെഫ്റ്റിലാണ് എക്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് വരച്ചു കഴിഞ്ഞു. ബട്ട് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ, ആറിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് എക്സ് ഉള്ളത്. സോ ഇവിടെ ആറായിരിക്കും. 3 സാധനം നമുക്ക് കിട്ടി. ഇനി സെഡ് ഈസ് സ്റ്റാൻഡിങ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആർ. സെഡ് എന്ന് പറയുന്നത് ആറിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. അപ്പൊ സെഡ് എന്ന് പറയുന്നത് ഇവിടെ വരക്കാം. ക്ലിയർ? അപ്പൊ ഇവിടെയും നമുക്ക് കിട്ടി. ദർ ഈസ് ഓൺലി 1 person ടു ദ ലെഫ്റ്റ് ഓഫ് പി. അപ്പൊ പിന്റെ ലെഫ്റ്റ് ഒരാൾ മാത്രമേ ഉള്ളൂ. സോ പിന്റെ ലെഫ്റ്റ് ഒരാൾ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ പി ആയിരിക്കും. പക്ഷെ ഇങ്ങോട്ട് ആളുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് പി ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ ആളുണ്ടാവാം. പിന്റെ ലെഫ്റ്റ് ഒരാൾ മാത്രമേ ഉള്ളൂ. സോ ക്യൂ ഈസ് സ്റ്റാൻഡിങ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഡബ്ല്യു. ക്യൂ എന്ന് പറയുന്നത് ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് ആണ്. സോ അത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ വരച്ചു വെക്കാം. ക്യൂ എന്ന് പറയുന്നത് ഡബ്ല്യുവിന്റെ വൈന്റെ തൊട്ട് അടുത്താണ്, ലെഫ്റ്റ് ആണ്.
The person standing at the extreme right end is the only one person to the right of W, right of Y. അപ്പോൾ വൈൻ്റെ റൈറ്റിലുള്ള ഒരേ ഒരാളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഇവിടുന്ന് സെക്കൻഡ് ആയിരിക്കും. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് എന്തായിരിക്കും? ക്യൂ ആണുള്ളത്. ക്ലിയർ? ചിലപ്പോൾ ഇവിടെ ആൾക്കാരുണ്ടാവാം, അത് നമുക്കറിയില്ല. ഇനി only 4 persons are standing between P and Q. പിയും ക്യൂവും തമ്മിൽ 4 ആൾക്കാരേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ. 1 2 3 4, അതായത് ഇതും തമ്മിൽ 4 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്കൊന്നും ആൾക്കാരില്ല, അത് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഇഫ് no other person is standing in the row, what is the total number of persons standing? അപ്പോൾ വേറെ ആൾക്കാരൊന്നുമില്ല, ഈ പറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര ആൾക്കാരുണ്ടാവും? 1 2 3 4 5 6 7 8 9, ടോട്ടൽ 9 ആൾക്കാരാണ് ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 7 ഫ്രണ്ട്സ്. ഇവൻ 7 ഫ്രണ്ട്സ് ഉണ്ട്. ഇത്ര ആൾക്കാരാണ് സ്റ്റാൻഡിങ് ഇൻ എ ലൈൻ ഫേസിങ് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിലേക്കാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഈസ്റ്റ് എങ്ങനെയാ? ഈസ്റ്റ് ഇങ്ങോട്ടല്ലേ, ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. സോ ബട്ട് നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ. എന്താ? ചന്ദൻ ഈസ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഫാത്തിമ. അപ്പോൾ ചന്ദൻ എന്ന് പറയുന്നത് ഫാത്തിമേന്റെ റൈറ്റിലായിരുന്നു. നമ്മൾ ആദ്യം ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്ന പോലെ ഒന്ന് വരച്ചു വെക്കാം. ഇവിടാണ് ചന്ദൻ എന്ന് വിചാരിക്കാം. ചന്ദന്റെ ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ, ചന്ദൻ ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഫാത്തിമ. ഫാത്തിമ ഇവിടെയാണ്. ഫാത്തിമേന്റെ റൈറ്റിൽ, ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് ആണ് ചന്ദൻ ഉള്ളത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫാത്തിമ ഈസ് ദ ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ഫാലക്. ഫാലക്കിന്റെ ഫോർത്ത് റൈറ്റ് ആണ് ഫാത്തിമ. അതായത് എക്സാമ്പിൾ ഇവിടെ നമ്മുടെ ഫാലക്, അവിടുന്ന് ഫോർത്ത് റൈറ്റ് 1 2 3 4. ഇവിടെയാണ് ആരുള്ളത്? നമ്മുടെ ഫാത്തിമ. ക്ലിയർ? ഫാത്തിമയുണ്ട്. അപ്പൊ ഫാത്തിമേന്റെ തൊട്ടടുത്ത് ആരാളുടെ? ചന്ദൻ. ചന്ദനും ഉണ്ട്. സോ ഫാത്തിമ ഈസ് ദ ഫോർത്ത് റൈറ്റ് ഓഫ് ദ ഫാലക്. മനോജ് ഈസ് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബോത്ത് അമൻ ആൻഡ് ബോണി. മനോജ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് മനോജ് എന്ന് പറയുന്നത് ബോണിന്റെയും, ബോണി അമൻ. പക്ഷെ ഇത് ഇങ്ങോട്ടും മാറാം. എവിടെയാണ് ബോണി എവിടെയാണ് അമൻ എന്നറിയില്ല. പക്ഷെ അതിന്റെ രണ്ടിനും നടുക്കാണ് മനോജ് ഉള്ളത്. ഇനി ഫാലക് ഹു ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് അമൻ. അമനിന്റെ ലെഫ്റ്റിലാണ് ആരുള്ളത്? ഫാലക്. അമന്റെ ലെഫ്റ്റിലാണ് ഫാലക് ഉള്ളത്. അപ്പോൾ അമന്റെ ലെഫ്റ്റിലാണ് ഫാലക് ഉള്ളത്. അപ്പോൾ അത് എത്ര? ടോട്ടൽ 7 ആൾക്കാരുള്ളത്. അപ്പോൾ അമന്റെ ലെഫ്റ്റിലായിരിക്കും ഫാലക് ഉള്ളത്. സോ നമ്മളിതാ ഇവിടുന്ന് ഇപ്പം ഇത് ടോട്ടൽ എത്രയായി? 1 2 3 4 5 6. ഇനി അമൻ ഇവിടുന്ന് ഫോർത്തിൽ എന്താ? തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് അമൻ. ഫാലക് ഹു ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് അമൻ. അപ്പോൾ അമനിന്റെ ലെഫ്റ്റിലേക്കായിരിക്കണം ഇത്. ക്ലിയർ? അപ്പം അമൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കണം. ഇവിടുന്ന് 3 ഇവിടെ ആയിരിക്കണം അമൻ. ഓക്കെ, അമൻ ഇവിടെ ആയിരിക്കണം. ക്ലിയർ? അമനിന്റെ തേർഡ് ലെഫ്റ്റ് ആണ് ഇയാളുള്ളത്, ഫാലക് ഉള്ളത്. ഇനി ഈ സ്റ്റാൻഡിങ് അറ്റ് ദ വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ്. അപ്പൊ ഫാലക് എന്ന് പറയുന്നത് എത്രയാണ്? എവിടെയാണ്? വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ എക്സ്ട്രീം എൻഡ് എന്തായിരിക്കും? നമ്മൾ ഇങ്ങനെ വരച്ചാൽ എക്സ്ട്രീം എൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഫാലക് ഉള്ളത്. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് ഒരാളുണ്ട്, പിന്നെ മൂന്നാമതാണ് നമുക്ക് ആരുള്ളത്? അമൻ ഉള്ളത്. ഇവിടെ അമൻ. നാലാമത് ആരുള്ളത്? ഫാത്തിമ. അഞ്ചാമത് ചന്ദൻ. ഇനി അമനിനും ബോണിക്കും ഇടയിലാണ് മനോജ് ഉള്ളത്. അപ്പോൾ ഇവിടെ ബോണി, മനോജ്. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ. ആരാ? അടുത്ത മഹിമ. സോ ഇതില് ഇവിടെ എന്താ പറയുന്നത്? ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബോണി. തെറ്റാണ്. അല്ല. ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബോണി ആൻഡ് ഫാത്തിമ. തെറ്റാണ്. ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ചന്ദൻ. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് അല്ല, ഇത് റൈറ്റ് ആണ്. ഇവിടെ റൈറ്റ് വരും, ഇവിടെ ലെഫ്റ്റ് വരും. ക്ലിയർ? അപ്പൊ ഇതും തെറ്റാണ്. ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് മനോജ്. മനോജിന്റെ ഫോർത്ത് റൈറ്റ് ഇവിടെ റൈറ്റ് ആണ്. 1 2 3 4. അപ്പൊ ഇതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 7 boys are sitting around a circular table facing to the center. അപ്പോൾ സർക്കുലർ ടേബിൾ ആണുള്ളത്. എത്ര ഫ്രണ്ട്സ് ആണ്? 7 ഫ്രണ്ട്സ് ആണുള്ളത്. സോ എക്സ്ട്രീമിൽ എക്സാക്ട്ലി 2 boys സിറ്റ് ബിറ്റ്വീൻ S and 2. അപ്പോൾ S and N-ന്റെയും S-ന്റെയും N-ന്റെയും ഇടയിൽ 2 ആൾക്കാരുണ്ടാവും.
പിന്നെന്താ ടു ദ റൈറ്റ് ഓഫ്, അതായത് എസിൻ്റെ അടുത്ത് നിന്ന് റൈറ്റിലേക്ക്. ഇപ്പോൾ എസ് ഇവിടെയാണെങ്കിൽ റൈറ്റിലേക്ക് 2 ആൾക്കാരുണ്ടാവും. എക്സാക്ട്ലി 2 ബോയ്സ് സിറ്റ് ബിറ്റ്വീൻ എസ് ആൻഡ് എൻ ടു ദ റൈറ്റ് ഓഫ് എസ്. അപ്പോൾ ഇവിടുന്ന് നമുക്കിതാ 1 2 ഇവിടെ ആയിരിക്കും എൻ ഉണ്ടാവുക. ഇപ്പം എത്രയായി? 4 ആൾക്കാരായി. ഇനി 1 2 3 ഇവിടെ ടോട്ടൽ എത്രയായി? 7 ആൾക്കാരായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എസും എന്നും നമുക്ക് കിട്ടി. ഇനി അടുത്ത് പറയുന്നത് പി ഈസ് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എം ആൻഡ് എസ്. പി എന്ന് പറയുന്നത് എമ്മിൻ്റെയും എസിൻ്റെയും നൈബർ ആയിരിക്കാം. അപ്പോൾ പി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കാം, ഇവിടെ ആയിരിക്കാം പി. ഇവിടെ ഇതിൽ ഏതാണ് പി എന്ന് നമുക്കറിയില്ല. കാരണം ഇവിടെ എം വന്നാൽ ഇവിടെ പി ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ എം വരണം, അപ്പോൾ ഇവിടെ പി ആയിരിക്കണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ. ഇനി ആർ ഈസ് ദ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് പി. പിന്റെ റൈറ്റിലേക്ക്, പി നമുക്കറിയില്ല, അപ്പോൾ പിന്റെ റൈറ്റിലേക്കാണ് ആർ ഉള്ളത്. ഓക്കെ. പി ഈസ് ദ, അപ്പോൾ നമുക്ക് ഇതാ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെക്കാം. ആർ ഈസ് ദ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് പി. അതായത് നമ്മളിതാ ഇങ്ങനെ ഇവിടെ പി വന്നാൽ ഇതിന്റെ സെക്കൻഡ് റൈറ്റ് ഏതാ വരിക? സെക്കൻഡ് റൈറ്റ് ഇവിടെ വരും. ഇവിടെ ആറ് വെക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. സോ നമ്മൾ ഇവിടെ പി വെച്ചാൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് റൈറ്റ് എവിടെയാണ്? സെക്കൻഡ് റൈറ്റ് ഇവിടെയാണ്. സോ ഇവിടെ നമുക്ക് ആറ് വരും. ആർ ഈസ് ദ സെക്കൻഡ് റൈറ്റ് ഓഫ് പി. ഓക്കെ. അതായത് ഇവിടെ പി വന്നാൽ സെക്കൻഡ് റൈറ്റ് ഇവിടെയാണ് വരുന്നത്, പക്ഷെ ഇവിടെ ആറ് വരാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നേരത്തെ കിട്ടിയ 2 ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി പി അപ്പം നമുക്ക് കിട്ടിയ ആറും കിട്ടി. അടുത്തത് ആൻഡ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ്. എസിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് പി എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട്. സോ അതും കിട്ടി. എൻ ഈസ് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ക്യൂ. എൻ എന്ന് പറയുന്നത് ക്യൂവിന്റെ ഇമ്മീഡിയറ്റ് നൈബർ ആണ്. സോ ഇതാ ഇവിടെ ക്യൂ വരാം, ഇവിടെയും നമുക്ക് ക്യൂ വരാം. എവിടെയാണെന്ന് അറിയില്ല. 2 പൊസിഷൻ ഉണ്ട്. അപ്പൊ അത് അവിടെ വെക്കുക. ക്യൂവിന്റെയും ഓയിന്റെയും ഇമ്മീഡിയറ്റ് നൈബർ ആണ്. സോ ക്യൂവിന്റെയും ഓയിന്റെയും ഇമ്മീഡിയറ്റ് നൈബർ. പക്ഷെ ഇവിടെ അപ്പോൾ ക്യൂവും ഓവും ഇവിടെ മാറി മാറി വരാം. ചിലപ്പോൾ ഇവിടെ ഓ ആവാം, ക്യൂ ആവാം, ഇവിടെ ഓ ആവാം, ക്യൂ ആവാം. ഇനി ഇഫ് ഓ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം, എമ്മിന്റെ തേർഡ് ലെഫ്റ്റ് ആണ് ഓ എങ്കിൽ, അതായത് എം നമുക്കിതാ ഇവിടെ ഓ വരണമെങ്കിൽ, അതായത് ഇവിടെ ഓ വരണമെങ്കിൽ ഇത് ഓ, ഇവിടെ ഓ ആവണമെങ്കിൽ, ഇവിടെ ഓ ആവണമെങ്കിൽ നമുക്ക് എന്താ എം എവിടെ വരണം? എം എന്ന് പറഞ്ഞാൽ ഇവിടെ വരണം, ഇവിടെ ആയിരിക്കണം എം. അപ്പോൾ 1 2 3 തേർഡ് ലെഫ്റ്റ് കിട്ടും. പക്ഷെ അവിടെ നമുക്ക് ഓൾറെഡി എസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓ വരാം, ഇവിടെ ഓ വരാം. അപ്പോൾ എം ഇവിടെ വരാം. എമ്മിന്റെ തേർഡ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഓ ആണ്. കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ ഓ വന്നുകൊണ്ട് ഇവിടെ ക്യൂ വരാം. ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വെർ ഈസ് ക്യൂ സിറ്റഡ്? അപ്പോൾ ക്യൂ സിറ്റഡ് എവിടെയാണ്? ക്യൂ എവിടെയാണുള്ളത്? ക്യൂ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതിൽ ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് പി, ലെഫ്റ്റ് ഓഫ് പി അല്ല, തെറ്റ്. സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി, അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മളെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ബസ്സിലൊക്കെ ചെയ്യാം. ക്ലിയർ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5 ബോയ്സ്, അതോ 5 ബോയ്സ് ഉണ്ട്, പിന്നെന്താ 5 ഗേൾസ് ഉണ്ട്. അവര് സിറ്റിംഗ് ഇൻ 2 റോസ് ഓപ്പോസിറ്റ് ഉള്ള റോയിലാണ് ഇവർ 5 പേരും നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതാ ബോയ്സ് ഗേൾസ് ഉണ്ട്. അപ്പൊ ഇവര് എങ്ങനെ വേണമെങ്കിൽ നിൽക്കാം, കുഴപ്പമില്ല. നമുക്കിതാ ഇവിടെ ബോയ്സ് ആക്കാം, ഇവിടെ ഗേൾസ്. ഇനി പറയുന്നു അവർ ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്. ആദ്യം സി സിറ്റിംഗ് ഇൻ ദ സെന്റർ. അപ്പൊ ബോയ് ആണ് സി. സോ സി സെന്ററിലാണ്. എ ഈസ് എന്താ ലെഫ്റ്റിലാണ്. ഇവിടെ എ ലെഫ്റ്റിലാണ്. സെന്ററിൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇതിന്റെ ലെഫ്റ്റ് ഏതാ? ഇതാണ്. ക്ലിയർ? അതായത് ഇതിങ്ങോട്ട്, ഇവിടെ റൈറ്റ് ലെഫ്റ്റ്. ക്ലിയർ? ഇവിടെ ആകുമ്പോൾ റൈറ്റ് ഇത്, ലെഫ്റ്റ് ഇത്, സോറി ലെഫ്റ്റ് ഇത്, റൈറ്റ് ഇത്. ക്ലിയർ? തിരിഞ്ഞാൽ. അപ്പോ ഇനി എന്താ പറയുന്നത്? എ ഈസ് ലെഫ്റ്റ്, എ ലെഫ്റ്റിലാണുള്ളത്, ഓൺ ഹിസ് ലെഫ്റ്റ്. ഡി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ എന്താ ബിയും സിയും. ബിയും സിന്റെയും ഇടയിലാണ്. അതായത് ഇത് സി ഉണ്ട്, അപ്പോൾ എന്തായാലും ഇവിടെ 2 പേരുണ്ടാവും, ഇവിടെയും 2 പേരുണ്ടാവും. ക്ലിയർ? അപ്പൊ ഇവിടെ ബി വന്നാൽ ഇവിടെ എന്തായിരിക്കും? ഡി ആയിരിക്കും. ബിന്റെയും സിന്റെയും ഇടയിലാണ് ഡി ഉള്ളത്. അപ്പൊ ഇവിടെ ബി വന്നാൽ ഇവിടെ ഡി ആയിരിക്കും. അപ്പൊ എന്താ? എക്ക് പ്ലേസ് ഇല്ല. സോ നമ്മൾ ഇവിടെ ബി കൊടുത്തു, അപ്പൊ ഇവിടെ ഡി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താ? എക്ക് സ്പേസ് ഉണ്ട്. ക്ലിയർ? ഇനി ടി ഹു ഈസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എസ് ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ഓഫ് ബി ഹു ഈസ് 2 സീറ്റ് അവേ ഫ്രം ഇ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ടി ഹു ഈസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എസ്. ടി എന്ന് പറയുന്നത് ലെഫ്റ്റിന് തൊട്ട്, അതായത് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ, എസിന്റെ ലെഫ്റ്റ്, എസ് ഇവിടെ, ഇങ്ങനെ ആയിരിക്കും ഉള്ളത്. അതായത് ഇവരിങ്ങോട്ടല്ലേ നോക്കുന്നത്, എസിന്റെ ലെഫ്റ്റ് ആയിരിക്കും ഉള്ളത്. ഇനി ഈ സിറ്റിംഗ് ഓപ്പോസിറ്റ് ഓഫ് ബി. അപ്പോൾ ടി എന്ന് പറയുന്നത് ബിന്റെ ഓപ്പോസിറ്റ് ആണ്. ടി എന്ന് പറയുന്നത്
ബിന്റെ ഓപ്പോസിറ്റ് ആണ്, അതിന്റെ അടുത്താണ് എന്താ എസ് ഉള്ളത്. ക്ലിയർ? ഹു ഈസ് 2 സീറ്റ്സ് എവേ ഫ്രം ഇ. അപ്പോൾ ഇന്ന് 2 സീറ്റ് അവേ ആണ്. അപ്പൊ ഇ എവിടെയാണ്? അപ്പൊ ബി എന്ന് പറയുന്നത് ഇ എന്ന് 2 സീറ്റ് അവേ ആണ്. അപ്പൊ ഇ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും, അപ്പൊ എ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അത് കിട്ടിയല്ലോ. ഇനി എന്താ? പി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ആർ. അപ്പൊ പി എന്ന് പറയുന്നത് ക്യൂവിനും ആറിനും ഇടയിലാണ്. അപ്പൊ പി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഇനി ക്യൂവും ആറുമാണ് നമുക്ക് നോക്കേണ്ടത്. ക്ലിയർ? ക്യൂവും ആറുമാണ് നമുക്ക് അറിയാത്തത്. ക്ലിയർ? അപ്പൊ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ചോദിക്കുന്നു എന്താ? ഹു ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ഓഫ് ഇ. ഇന്റെ ഓപ്പോസിറ്റ് ആരാണ്? നമുക്ക് അതറിയാം, പി ആണ്. ഇനി വേറെ കൂടുതൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്റെ ഓപ്പോസിറ്റ് എന്താണ്? പി ആണ്. ക്ലിയർ? ഇന്റെ ഓപ്പോസിറ്റ് പി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇഫ് ദ ലെറ്റർ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആർ റിട്ടൺ ഇൻ എ റിവേഴ്സ് ഓർഡർ, വിച്ച് ലെറ്റർ കം ഇൻ ദ മിഡിൽ ഓഫ് 13th അതുപോലെ 25th ഇടയിൽ ഏത് ലെറ്റർ വരും? സിമ്പിൾ അല്ലേ? നമുക്കിതാ എങ്ങനെ 25th ലെറ്റർ ഏതാണ്? ബി ആണ്. അവിടെ നമുക്കിത് ഇങ്ങോട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ. എൻ ആണ് അപ്പോൾ 13th വരിക. ക്ലിയർ? ഇത് 25th വരാം. ക്ലിയർ? അപ്പൊ ഇതിന്റെ നടുവിലുള്ളത് ഏതായിരിക്കും? ഇതിന്റെ നടുവിൽ എച്ച് ആയിരിക്കും അല്ലേ? ഇതിന്റെ നടുവിൽ എച്ച് ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 8 ക്ലൗൺസ്, അതായത് ഇതാ ഇവിടെ ഐ മുതൽ പി വരെ ഉണ്ട്. സിറ്റിംഗ് അറൗണ്ട് എ സ്ക്വയർ ടേബിൾ ആണ്. സ്ക്വയർ ടേബിൾ ആണുള്ളത്, അതായത് ഇതുപോലുള്ളൊരു ടേബിൾ ആണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫേസിങ് എല്ലാവരും സെന്ററിലേക്കാണ്. സം ഓഫ് ദം സിറ്റിംഗ് അറ്റ് ദ കോർണർ വൈൽ സം വെയർ സിറ്റിംഗ് ഇൻ ദ എക്സാക്ട് സെന്റർ ഓഫ് ദ അത്, അതായത് സെന്ററിലും ഉണ്ട് കോർണറിലും ഉണ്ട്. ഇങ്ങനെയാണ് സിറ്റിംഗ് പൊസിഷൻ. സെന്ററിലേക്കാണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. സോ പിന്നെന്താ? കെ വാസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഓ. അപ്പൊ കെ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഓഫ് ഓ ആണ്. അപ്പൊ നമുക്ക് വെറുതെ ഇവിടുന്ന് വരച്ചു നോക്കാം. കെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഓ. ഇത് നമുക്ക് എഴുതി നോക്കാം. കെ വാസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഓഫ് ഓ. ജെ വാസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എം. ജെ എന്ന് പറയുന്നത്, അതായത് ജെ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, എമ്മിന്റെ റൈറ്റ് ആണ്. ക്ലിയർ? ഇങ്ങനെ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അടുത്തത് പി വാസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എൽ. പി എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എൽ ആണ്. അതായത് പി ഇവിടെ ഉണ്ടെങ്കിൽ സെക്കൻഡ്, സോ ഇതെല്ലാണെങ്കിൽ പിന്റെ സെക്കൻഡ് റൈറ്റ് ആണ്. പി വാസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എൽ. എല്ലിന്റെ റൈറ്റിലാണ് പി ഉള്ളത്. അപ്പൊ ഇതുപോലെ കിട്ടും. ഇനി ജെ വാസ് സിറ്റിംഗ് ടു ദ ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് പി. ജെ എന്ന് പറയുന്നത് പിന്റെ ലെഫ്റ്റിലേക്ക് ഫോർത്ത് ആണ്. അപ്പൊ ഇതാ 1 2 3 4 ഇവിടെ ജെ ആയിരിക്കും. ക്ലിയർ? ഫോർത്ത് ജെ ആയിരിക്കും. അടുത്ത എന്താണ്? എൻ വാസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് കെ. എൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഓഫ് കെയിൽ ഫോർത്ത് ആണ്. സോ 1 2 3 4 ഇവിടെയാണ് എൻ വരാം. ക്ലിയർ? സിമ്പിൾ ആണ്. ഓ വാസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എം. എമ്മിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആരാണുള്ളത്? ഓ ആണുള്ളത്. അപ്പൊ നമുക്ക് എമ്മിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓ ആണുള്ളത്. സോ ദാ ഇതുപോലെ നമുക്ക് എങ്ങനെ കിട്ടും? ക്ലിയർ? ഇനിയോ എം ഈ സിറ്റിംഗ് അറ്റ് ദ വൺ ഓഫ് ദ കോർണർ. എം കോർണറിലാണ് സിറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എം സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓ എവിടെയായിരിക്കും? നോക്കിയേ, ഇവിടെ എം ഒരു കോർണറിൽ നമ്മൾ എമ്മിനെ പ്ലേസ് ചെയ്തു. ബാക്കി നമുക്ക് ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യാമല്ലോ. ഇവിടെ ഓ റെപ്രസെന്റ് ചെയ്യാം, കെ റെപ്രസെന്റ് ചെയ്യാം, പിന്നെന്താ എൻ എവിടെയായിരിക്കും? അപ്പൊ എൻ ഇവിടെ ആയിരിക്കും. ക്ലിയർ? ഈ ഫസ്റ്റത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി എന്താ ബാക്കി ഏതാ റെപ്രസെന്റ് ചെയ്യാനുള്ള? എം കിട്ടിയാൽ നമുക്ക് ജെ കിട്ടും. എമ്മിന്റെ അടുത്താണ് ജെ ഉള്ളത്. സോ ജെ കിട്ടി. അപ്പൊ സെക്കൻഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി ജെയും എല്ലും പിയും ഉണ്ട്. അപ്പൊ ജെ കിട്ടിയാൽ ഇതാ എൽ ഇവിടെയാണ്, പി ഇവിടെയാണ്. ഇനി ബാക്കി ഏതാ? ബാക്കി ഒറ്റ പൊസിഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ഐ ഇവിടെ ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഹു ഈസ് സിറ്റിംഗ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ഐ. ഐന്റെ ലെഫ്റ്റിലേക്ക് ഫോർത്ത് ആരാണുള്ളത്? എം ആയിരിക്കില്ലേ? അതിന്റെ ലെഫ്റ്റിൽ ഫോർത്ത് എം ആയിരിക്കും. കാരണം ഇതാ ഇങ്ങനെ എം ഫോർത്ത്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത് a group of friends are sitting in an arrangement with one each at corner of octagon ആണ്. അപ്പോൾ octagon ആണ്. അപ്പോൾ 8 സൈഡ് ഉണ്ട്. അതായത് നമുക്ക് octagon വരക്കാം. എങ്ങനെയാ octagon വരക്കുക? ഇതാ 1 2
പിന്നെ ഇങ്ങനെ ഇതാവും, ഇവിടെയും 2, വീണ്ടും പോയി ഒക്ടേൺ. അപ്പോൾ 1 2 3 4 5 6 7 8 ഒക്ടേൺ ആണ് 8 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് മേധ ഈസ് സിറ്റിംഗ് ഡയഗണലി ഓപ്പോസിറ്റ് ടു രാധ. അപ്പൊ മേധയും രാധയും ഓപ്പോസിറ്റ് ആണ്. സോ മേധ ഓപ്പോസിറ്റ് ആണ് രാധ. നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം, കാരണം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ അറിയില്ല. എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാമല്ലോ, അപ്പൊ നമുക്ക് അറിയില്ല. ഇനി അടുത്ത് പറയുന്നത് എന്താ? മേധ ഈസ് ഓൺ സീമാസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരക്കാം. നമുക്ക് എന്താ മേധേനെയും രാധേനെയും വരക്കാം. നമുക്ക് എന്താ ഒരു മേധ ഇവിടെ വേണമെങ്കിൽ വരക്കാം. മേധ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രാധ. ക്ലിയർ? അത് ഓപ്പോസിറ്റ് ആണ് എന്ന് കിട്ടി. അടുത്ത നമ്മളോ മേധ ഈസ് ഓൺ സീമാസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. അപ്പൊ സീമയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ് ആരാ? മേധ. അപ്പൊ സീമ എവിടെ ആയിരിക്കും? ഇതിന്റെ ലെഫ്റ്റ് അല്ലേ ഇത്? അപ്പൊ സീമ ഇവിടെ ആയിരിക്കും. ഓക്കെ, സീമ ഇവിടെ ആയിരിക്കും. ക്ലിയർ? സീമ ഇവിടെ ആയിരിക്കും. ഇനി ആൻഡ് ഓപ്പോസിറ്റ് ടു ഗോവിന്ദ്. ഗോവിന്ദിന്റെ ഓപ്പോസിറ്റ് ആണ് ആര്? രമൺ ഈസ് നെക്സ്റ്റ് ടു സീമ. രമൺ സീമയുടെ നെക്സ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ രമൺ ആൻഡ് ഓപ്പോസിറ്റ് ടു ഗോവിന്ദ്. ഗോവിന്ദിന്റെ ഓപ്പോസിറ്റ് ആണ്. സോ ഇവിടെ ഗോവിന്ദ്. സിമ്പിൾ അല്ലേ? ഗോവിന്ദ് ഈസ് ഓൺ ചന്ദ്രാസ് റൈറ്റ്. ചന്ദ്രയുടെ റൈറ്റ് ആണ് ചന്ദ്രയുടെ റൈറ്റ് ആണ് ഗോവിന്ദ്. ക്ലിയർ? ചന്ദ്രയുടെ റൈറ്റ് ആണ് ഗോവിന്ദ്. അടുത്തത് ശാന്തി ഈസ് നോട്ട് ഓൺ മേധാസ് റൈറ്റ്. ശാന്തി മേധയുടെ റൈറ്റ് അല്ല. മേധയുടെ റൈറ്റ് അല്ല, ഇത് ലെഫ്റ്റ് അല്ലേ? ഓക്കെ, ശാന്തിയുടെ അവിടെ റൈറ്റിൽ നമുക്ക് വരയ്ക്കാനും പറ്റില്ല. ആൻഡ് ഓൺ മേധാസ് റൈറ്റ് ബട്ട് ഈസ് ഓപ്പോസിറ്റ് ടു ശശി. സോ ഇവിടെയോ വരാം. ക്ലിയർ? പക്ഷെ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഹു ഈസ് ഓപ്പോസിറ്റ് ടു ചന്ദ്ര. ചന്ദ്രയുടെ ഓപ്പോസിറ്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് നേരത്തെ കിട്ടി. ചന്ദ്രയുടെ ഓപ്പോസിറ്റ് ആരാണ്? സീമയാണ്. അപ്പൊ നമ്മൾ കുറെ കണ്ടുപിടിക്കണ്ട. നമ്മളെന്താ സിമ്പിളായി ചന്ദ്രയുടെ ഓപ്പോസിറ്റ് ആരാണ്? സീമയാണെന്ന് നമുക്ക് കിട്ടി. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഗിവൺ ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് വായിച്ച് ആൻസർ ചെയ്യാം. എന്താണ്? ആർ പ്ലേയിങ് ഇൻ എ ഗെയിം ബൈ സ്റ്റാൻഡിങ് ഇൻ എ സർക്കുലർ ഫേസ്. അപ്പോൾ ഒരു സർക്കുലർ ഫേസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 8 8 ആൾക്കാരാണ്. 8 ആൾക്കാരാണ് ഉള്ളത്. സോ നമുക്ക് എന്താ 8 ആൾക്കാർ വരക്കാം. 8 ആൾക്കാർ വരക്കാൻ സിമ്പിൾ അല്ലേ? 1 2 3 4 പിന്നെ 5 6 7 8 ഇത്രയും ആൾക്കാരുള്ളത്. എന്താ ഫേസിങ് എങ്ങോട്ടാണ്? ഫേസിങ് ഔട്ട്വേർഡ് ആണ്. പുറത്തേക്കാണ് പറയുന്നത്. എല്ലാവരും ഔട്ട്വേർഡ് ആണ് ഫേസ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ബാക്കി എന്താ പറയുന്നത്? എൽ സ്റ്റാൻഡ്സ് നെക്സ്റ്റ് ടു ദ എൽ സ്റ്റാൻഡ്സ് നെക്സ്റ്റ് ടു നെയ്തർ ജെയും വൈയും. അപ്പോൾ എൽ എന്ന് പറയുന്നത് ജെയിൻ്റെ അടുത്തുമല്ല, എൽ എന്ന് പറയുന്നത് ജെയിൻ്റെ അടുത്തുമല്ല വൈൻ്റെ അടുത്തുമല്ല. ഇതാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എം സ്റ്റാൻഡ്സ് നെക്സ്റ്റ് ടു ജെ ബട്ട് നോട്ട് വൈ. അപ്പോൾ എം എന്ന് പറയുന്നത് എമ്മും ജെയും അടുത്താണുള്ളത്, പക്ഷേ സെഡിൻ്റെ അടുത്തല്ല എം. ക്ലിയർ? അതാണ് ഇവിടെ പറയുന്നത്. അടുത്തതോ എൻ സ്റ്റാൻഡ്സ് നെക്സ്റ്റ് ടു, എൻ എന്ന് പറയുന്നത് സെഡിൻ്റെ അടുത്താണ്. ആൻഡ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എക്സ്. എക്സിൻ്റെ തേർഡ് റൈറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം എക്സ് വരക്കാം. എക്സിൻ്റെ തേർഡ് റൈറ്റ് ആണ്. എക്സിൻ്റെ തേർഡ് റൈറ്റ് ആരാ ഉള്ളത്? എൻ. എക്സിൻ്റെ തേർഡ് റൈറ്റ് എൻ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഏതാണ്? റൈറ്റ് ഇതാണ്. തേർഡ് റൈറ്റ് 1 2 3. അപ്പോൾ ഇവിടെയാണ് ഉള്ളത്. തേർഡ് റൈറ്റ് ആണുള്ളത്. അതിപ്പോൾ എൻ ഇത് നമുക്ക് കിട്ടിയല്ലോ. എൻ ഈസ് നെക്സ്റ്റ് ടു സെഡ്. അപ്പോൾ സെഡിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ വരാം സെഡ്, ഇവിടെയും വരാം. എവിടെയാണെന്ന് അറിയില്ല. അത് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എക്സ്. അത് നമ്മൾ വരച്ചു. കെ സ്റ്റാൻഡ്സ് നെക്സ്റ്റ് ടു എക്സ്. അപ്പോൾ കെ എന്ന് പറയുന്നത് എക്സിൻ്റെ അടുത്താണ്. അതായത് കെ എന്ന് പറയുന്നത് എക്സിൻ്റെ അടുത്താണ്. ഇവിടെ കെ വരാം, ഇവിടെയും കെ വരാം. അറിയില്ല നമുക്ക്. അതിന് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് എം. എമ്മിൻ്റെ ലെഫ്റ്റിലേക്ക് ഫോർത്ത് ആണ്. ക്ലിയർ? അത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എമ്മിൻ്റെ ലെഫ്റ്റിലേക്ക് ഫോർത്ത് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്താ കെ ഇവിടെ കൊടുത്താൽ എം എവിടെ കൊടുക്കാം? എം ഇവിടെ കൊടുക്കാം. കെ ഇവിടെ കൊടുത്താലോ എം എവിടെ കൊടുക്കാം? കെ ഇവിടെ കൊടുത്താൽ എം ഈ എന്നിൻ്റെ പ്ലേസിൽ കൊടുക്കണം. അപ്പം നമുക്ക് കെ എന്തായാലും ഇവിടെ പറ്റില്ല. കെ ഇവിടെ മാത്രമേ പറ്റൂ. കാരണം എം ഇവിടെ വരും.
അല്ലെങ്കിലോ എന്നിൻ്റെ പ്ലേസിൽ എം വരും, അത് പറ്റില്ല. സോ കെയിൻ്റെ പ്ലേസ് നമ്മൾ ഓക്കെ ആക്കി. കെ സ്റ്റാൻഡ് അറ്റ് നെക്സ്റ്റ് ടു എക്സ് ആക്കി ആൻഡ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ആക്കി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി നമുക്കുള്ളത് എന്താണ്? എന്നിൻ്റെ അടുത്ത് സെഡ് വരണം, എന്നിൻ്റെ അടുത്ത് സെഡ് വരണം, അത് നമുക്കറിയാം. പിന്നെന്താ, എമ്മും ജെയും അടുത്ത് വരണം, എമ്മും ജെയും അടുത്ത് വരണം. സോ പക്ഷേ സെഡ് അടുത്ത് വരാൻ പാടില്ല. എമ്മിൻ്റെ അടുത്ത് ഇവിടെ നോക്കി, ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ എമ്മിൻ്റെ അടുത്ത് ജെ വരാം, പക്ഷേ സെഡ് വരാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ സെഡ് വരില്ല, അപ്പോൾ ഇവിടെ ആയിരിക്കും സെഡ്. ക്ലിയർ? സെഡിൻ്റെ പ്ലേസ് ആയി. ഇനി ഇവിടെ നോക്കി, എല്ലും ജെയും അടുത്തടുത്ത് വരണം, എല്ലും ജെയും അടുത്തടുത്ത് വരണം. അപ്പോൾ ജെയിൻ്റെ പ്ലേസ് ഏതായിരിക്കണം? എല്ലും ജെയും അടുത്ത് വരാൻ പാടില്ല. ഓക്കെ, എല്ലും ജെയും അടുത്ത് വരാൻ പാടില്ല. ജെയിൻ്റെ അടുത്ത്, എല്ലിൻ്റെ അടുത്ത് വൈയും വരാൻ പാടില്ല, ജെയും വരാൻ പാടില്ല. അപ്പോൾ നോക്കിയേ, ഇവിടെ എൽ ഇട്ടാൽ ഇവിടെ എന്തായാലും വൈയോ ജെയോ വരും. ഓക്കെ, അപ്പോൾ എൽ ഇവിടെ മാത്രമേ പ്ലേസ് ചെയ്യാൻ കഴിയൂ. കാരണം എന്താ, ഇവിടെ ഇട്ടാൽ വൈയോ ജെയോ അടുത്ത് വരും. അപ്പോൾ എൽ ഇവിടെ പ്ലേസ് ചെയ്തു, ജെ ഇവിടെ എമ്മിൻ്റെ അടുത്താണ് ജെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്തായി? വൈ പ്ലേസ് ആയി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാം. ഇനി ഹു ഈസ് സ്റ്റാൻഡ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് കെ? കെൻ്റെ റൈറ്റിലേക്ക് തേർഡ് ആരാണ്? കെ ഇതാണ്, ഇതിൻ്റെ റൈറ്റ് ആരാണ്? തേർഡ്. 1 2 3. ഓപ്ഷൻ ബി, എല്ലാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ, 7 മെമ്പേഴ്സ് ഉണ്ട്. 7 മെമ്പേഴ്സ് റെപ്രസെന്റ് ഡിഫറെൻറ്റ് കൺട്രി ഇൻ ഒളിമ്പിക്സ്. അപ്പോൾ എത്ര കൺട്രി ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്? എ ബി സി ഡി ഇ എഫ് ജി വരെ ഉണ്ട്. ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. ഇനി ഇവരുടെ കൺട്രി നോക്കിയാൽ ആദ്യം നമുക്ക് കൺട്രി എഴുതണം, പിന്നെന്താ ഇവർ ഏത് സ്പോർട്സ് ആണെന്ന് എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ എന്താ, ഒരുപാട് സ്പോർട്സ് ഐറ്റം ഉണ്ട്. ഇനി ഇൻഡിവിജ്വൽ കൺട്രി ആർ ടു ബി ഇൻ ദിസ് ഓർഡർ. സി റെപ്രസെന്റ് ഓക്കെ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. സി റെപ്രസെന്റ് ചൈന. അപ്പോൾ സി എന്ന് പറയുന്നത് ചൈനയെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ചൈന എന്ന് എഴുതാം. ആൻഡ് ഈസ് ആർച്ചറി ആണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്. ഡി റെപ്രസെന്റ് ജർമ്മനി. ഡി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ഡി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ബട്ട് നോട്ട് ഫോർ വോളിബോൾ. അപ്പോൾ ഇവിടെ എന്താണ്, ഡി എന്ന് പറയുന്നത് വോളിബോൾ അല്ല, പിന്നെന്താ അതുപോലെ ബാസ്കറ്റ് ബോളും അല്ല, ഇത് രണ്ടും അല്ല. ക്ലിയർ? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ആയി. ദ വൺ ഹൂ റെപ്രസെന്റ് ജപ്പാൻ കംപ്ലീറ്റ് ഫോർ വൺ ഹൂ റെപ്രസെന്റ് ജപ്പാൻ കോമ്പീറ്റ് ഫോർ ബോക്സിംഗ്. അപ്പോൾ എന്താണ്, ജപ്പാൻ എന്ന് പറയുന്നത് ബോക്സിംഗ് ആണ്, ജപ്പാൻ ബോക്സിംഗ് ആണ്. ഈ കോമ്പീറ്റ്സ് ഫോർ വോളിബോൾ ബട്ട് നോട്ട് ഫോർ കൊറിയ. അപ്പോൾ ഈ എന്ന് പറയുന്നത് വോളിബോൾ ആണ്, പക്ഷേ ഈ എന്താവാൻ പാടില്ല, കൊറിയ ആവാൻ പാടില്ല. ഈ കൊറിയ ആവാൻ പാടില്ല. ഓക്കെ, കൊറിയ അല്ല. അടുത്തത് എ റെപ്രസെന്റ് ഓസ്ട്രേലിയ. എ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ആൻഡ് അത്ലറ്റിക്സ്. അപ്പോൾ അത് ഓക്കെ അല്ലേ? ദ വൺ ഹൂ റെപ്രസെന്റ് റഷ്യ കോമ്പീറ്റ്സ് ഫോർ ടെന്നീസ്. റഷ്യ എന്ന് പറയുന്നത് ടെന്നീസ് ആണ്. അത് നമുക്ക് ആരാണെന്ന് അറിയില്ല, അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. എഫ് ഡസ് നോട്ട് റെപ്രസെന്റ് കൊറിയ. അപ്പോൾ എഫും കൊറിയ അല്ല. ഫോർ ജപ്പാൻ, ഇത് ജപ്പാനും അല്ല. ക്ലിയർ? ജെ കോമ്പീറ്റ് ഫോർ ബാസ്കറ്റ് ബോൾ. അപ്പോൾ ജെ എന്ന് പറയുന്നത് എന്താണ്, ബാസ്കറ്റ് ബോളിനാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ജെ എന്ന് പറയുന്നത് ബാസ്കറ്റ് ബോൾ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ജപ്പാൻ. അപ്പോൾ ഇതിൽ ആരാണ് ജപ്പാനും റെപ്രസെന്റ് ചെയ്യുന്നത്? ജപ്പാൻ റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്? സിമ്പിളാണ്. കാരണം നമുക്കറിയാം ജപ്പാൻ എന്ന് പറഞ്ഞാൽ ബോക്സിംഗ് ആണ്. ഇവിടെ എന്തായാലും ജപ്പാൻ ഇല്ല. ഇവിടെ നമുക്ക് വോളിബോൾ ആയതുകൊണ്ട് അവിടെ ബോക്സിംഗ് പറ്റില്ല. ഇനി ജപ്പാൻ ഇവിടെ മാത്രമേ പറ്റൂ. ജപ്പാൻ ഇവിടെ, ബോക്സിംഗ് ഇവിടെ മാത്രമേ പറ്റൂ. ക്ലിയർ? അപ്പോൾ ബി എന്ന് പറയുന്നതാണ് ജപ്പാൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? വേറെ എവിടെയും ജപ്പാനും ബോക്സിംഗ് ഒരുമിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, റീഡ് ദ ഫോളോയിങ് കെയർഫുള്ളി. അപ്പോൾ ഇവിടെ സിറ്റിംഗ് സെന്റേർഡ് അറൗണ്ട് എ സർക്കുലർ ഫേസിംഗ് സെന്റർ. അപ്പോൾ ഫേസിംഗ് സെന്റർ ആണ് ഇവര്. അതായത് എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8. 8 ആൾക്കാരാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 8 ആൾക്കാർ. ക്ലിയർ? 8 ഫേസിംഗ് സെന്റർ ആണ്. ഇനി നോ 2 men or 2 women ആർ എന്താ സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അതായത് 2 മെന്നും 2 വുമണും അടുത്ത് ഇരിക്കാൻ പാടില്ല. പി ഈസ് വൈഫ് ഓഫ് ഡബ്ല്യു. പി എന്ന് പറയുന്നത്
ഡബ്ല്യുവിൻ്റെ വൈഫാണ്. ഹു ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്ന ആരാണ്? ഫീമെയിൽ ആണ്. പി ഈസ് വൈഫ് ഓഫ് ഡബ്ല്യു. സോറി, ഡബ്ല്യു എന്ന് പറയുന്നത് മെയിൽ ആണ്. ഡബ്ല്യുവിൻ്റെ വൈഫ് ആരാണ്? പി ആണ്. അത് ഡബ്ല്യുവിൻ്റെ തൊട്ട് ലെഫ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഫീമെയിൽ ആണ്. ക്ലിയർ? ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ എഴുതാം. സോറി. അടുത്തത് പി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. പി എന്ന് പറയുന്നത് ടീൻ്റെ ലെഫ്റ്റിലേക്ക് തേർഡ് ആണ്. സോ ടി ഇവിടെ ആയിരിക്കും. അവിടുന്ന് ലെഫ്റ്റിലേക്ക് 1 2 3 കണ്ടോ? ഇനി ഇവിടെ ഫീമെയിൽ ആയിരിക്കും, ഇവിടെ മെയിൽ ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ഓക്കെ ആണ്. എടാ പി ഇത് ഓക്കെ ആണ്. ഇനി യു സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. യു എന്ന് പറയുന്നത് എസിന് സെക്കൻഡ് റൈറ്റ് ആണ്. അത് നമുക്ക് ഇപ്പോൾ എഴുതാൻ പറ്റില്ല. യു എന്ന് പറയുന്നത് എസിന് സെക്കൻഡ് റൈറ്റ് ആണ്. അത് നമുക്ക് ഇപ്പോൾ എഴുതാൻ പറ്റില്ല, നമ്മൾ അവിടെ വെച്ചു. എസ് ഡസ് നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു പി ഓർ ടി. അപ്പോൾ പിൻ്റെ അടുത്തും അല്ല ടീൻ്റെ അടുത്തും അല്ല എസ്. സോ ഇവിടെയും അല്ല എസ്, ഇവിടെയും അല്ല എസ്, ഇവിടെയും അല്ല. ക്ലിയർ? ബാക്കി എസിന് എവിടെയൊക്കെ പ്ലേസ് ഉണ്ട്? ഇവിടെ ആവാം എസ്, ഇവിടെ ആവാം എസ്. ഈ രണ്ട് പ്ലേസിൽ എസ് കൊടുക്കാം. ഇനി ഡബ്ല്യു ആൻഡ് ആർ സിറ്റിംഗ് നെക്സ്റ്റ് ടു ദ ഈച്ച് അതർ. അപ്പോൾ ഡബ്ല്യുവും ആറും അടുത്തടുത്താണ്. ഡബ്ല്യുവും ആറും അടുത്തടുത്താവണമെങ്കിൽ ആർ ഇവിടെ ആയിരിക്കാം. ക്ലിയർ? ഇനി യു ഈസ് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു ദ ഹിസ് വൈഫ് ക്യൂ. അപ്പോൾ യുവും ക്യൂവും അടുത്തടുത്തല്ല, യുവും ക്യൂവും വേറെ വേറെ പ്ലേസിലാണ്. ക്ലിയർ? യുവും ക്യൂവും വേറെ വേറെ പ്ലേസിലാണ്. അപ്പോൾ ഇത്രയും തന്നാൽ ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ വി. അപ്പോൾ വി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ എസ് ഇവിടെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെന്താ പറയുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ബാക്കിയുണ്ടല്ലോ. അതായത് യു എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. എസിൻ്റെ സെക്കൻഡ് റൈറ്റ് ആണ് യു ഉള്ളത്. നമുക്കിതാ ഇവിടെ എസ് കൊടുത്താൽ സെക്കൻഡ് റൈറ്റ് ഇതാ ഈ പിന്റെ പ്ലേസിൽ വരും. അപ്പോൾ എസ് എന്തായാലും എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും എസ്. അതിൻ്റെ സെക്കൻഡ് റൈറ്റ് ഇവിടെ ആയിരിക്കും യു വരുന്നത്. ക്ലിയർ? ഇവിടെ ആയിരിക്കും യു വരുന്നത്. അത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഏതാ ആരൊക്കെയാ? യു ഈസ് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു ദ ക്യൂ, ഹിസ് വൈഫ് ക്യൂ. അപ്പോൾ ക്യൂ എന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ വി ഇവിടെ ആയിരിക്കും. ഇനി ഇത് ഫീമെയിൽ മെയിൽ ഫീമെയിൽ മെയിൽ ഫീമെയിൽ. ക്ലിയർ? ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ വി. വിക്ക് ട്രൂ ആയിട്ടുള്ള ഏതാണ്? വിക്ക് ട്രൂ ആയിട്ടുള്ളത് വി സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ റൈറ്റിലേക്ക് സെക്കൻഡ് ആണോ വി എന്ന് പറയുന്നത്? അല്ലേ? കറക്റ്റ് ആണ്. കാരണം ഇതിൻ്റെ റൈറ്റിലേക്ക് സെക്കൻഡ് ആണ് വി. ഇതിന് സെക്കൻഡ് ഓക്കെ. വി ഈസ് മാൻ ആണോ? അല്ല, തെറ്റ്. വി ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ യുവും ഡബ്ല്യു ആണോ? അതും അല്ല, തെറ്റ്. വി ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി അല്ല, റൈറ്റ് ഓഫ് ടി ആണ്. സോ അതും തെറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓൺ ദ ബേസിസ് ഓഫ് ദ ഗിവൺ ഇൻഫർമേഷൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. സഹിൽ മനീഷ് പ്ലേ ലുഡോ ക്രിക്കറ്റ്. മനീഷ് ആൻഡ് ശാലിനി ക്രിക്കറ്റും ബാഡ്മിൻ്റൺ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്. അവർ പ്ലേ ചെയ്യുന്ന ഗെയിം ഏതാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കുന്നത് ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, കബഡി ഇത് മൂന്നും പ്ലേ ചെയ്യുന്നു, പക്ഷേ ലുഡോ മാത്രം പ്ലേ ചെയ്യാത്ത ആള്. അപ്പോൾ ആദ്യം നമ്മൾ ആൾക്കാരുടെ പേര് ഇങ്ങനെ എടുത്തെഴുതാം. സഹിൽ, മനീഷ്, പിന്നെ ആരാണ്? ശാലിനി, അടുത്ത ആരാണ്? രാജ, പിന്നെ തരുൺ. ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇനി ഇവർ പ്ലേ ചെയ്യുന്ന ഗെയിംസ്, ഒരാൾ ലുഡോ ഉണ്ട്, പിന്നെന്താ ക്രിക്കറ്റ് ഉണ്ട്, പിന്നെ ബാഡ്മിൻ്റൺ ഉണ്ട്, പിന്നെ കബഡി ഉണ്ട്. ഓക്കെ, ഇത്രയും ഗെയിംസാണ് ഇവർ പ്ലേ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനൊരു ടേബിൾ ഉണ്ടാക്കി. ഇനി നമുക്ക് എന്താ പറയുന്നതിനൊക്കെ നമുക്ക് ടിക്കറ്റ് പോകാം. അതായത് സഹിലും മനീഷും എന്താ? ലുഡോയും ക്രിക്കറ്റും. സഹിലും മനീഷും ലുഡോ. സഹിൽ ആൻഡ് മനീഷ് പ്ലേ ലുഡോ ആൻഡ് ക്രിക്കറ്റ്. സഹിലും മനീഷും ലുഡോയും ക്രിക്കറ്റും. സഹിൽ ആൻഡ് മനീഷ് പ്ലേ ലുഡോ ആൻഡ് ക്രിക്കറ്റ്. ഓക്കെ, അത് നമ്മൾ ചെയ്തില്ലേ? ലുഡോയും ക്രിക്കറ്റും ചെയ്തു. ഇനി മനീഷ് ആൻഡ് ശാലിനി പ്ലേ ക്രിക്കറ്റ് ആൻഡ് ബാഡ്മിൻ്റൺ. മനീഷും ശാലിനിയും ക്രിക്കറ്റ് ഉണ്ട്, പിന്നെ ബാഡ്മിൻ്റനും ഉണ്ട്. രണ്ടുപേരും ഇങ്ങനെയുണ്ട്. ഇനി അടുത്ത ആരാണ്? രാജ, തരുൺ, ശാലിനി. രാജ, തരുൺ, ശാലിനി ഇവരെന്തൊക്കെ പ്ലേ ചെയ്യുന്നു? ബാഡ്മിൻ്റൺ, കബഡി. ബാഡ്മിൻ്റനും കബഡിയും ഇവർ മൂന്ന് പേരും. അപ്പോൾ ഇവർ മൂന്ന് പേരും ബാഡ്മിൻ്റനും കബഡിയും പ്ലേ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ കിട്ടി. അടുത്തത് ശാലിനി ആൻഡ് സഹിൽ പ്ലേ ബാഡ്മിൻ്റൺ ആൻഡ് കബഡി.
ഇനി ശാലിനി സഹിൽ ബാഡ്മിൻ്റൺ എവിടെ ആൻഡ് കബഡി. ക്ലിയർ? ശാലിനിയും പ്ലേ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് 3 ഐറ്റം ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, കബഡി അത് 3ഉം ചെയ്യുന്നുണ്ട്, പക്ഷെ ലുഡോ മാത്രം ചെയ്യാത്ത ആൾ. അപ്പം ഇതാ ഇവിടെ നോക്കിയേ, ഈ ആളാണ് ഈ 3 ചെയ്യുന്നുണ്ട്, ഇത് മാത്രം ചെയ്യുന്നില്ല, ശാലിനി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മുടെ 25 ക്വസ്റ്റ്യൻ ചെയ്തു. വളരെ സിമ്പിളാണ്. പസിൽസ് കുറച്ച് ടൈം എടുക്കാം, പക്ഷെ എന്നാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സൈഡിൽ എഴുതി വെക്കുക, എന്നിട്ട് ഓരോന്നും നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് പോകും. ക്ലിയർ? അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.